ഓക്കെ, പ്രൈസ് ലോർഡ്. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു തുടങ്ങിയത് എഫേസ്യ ലേഖനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പദാനുപദമുള്ള ഒരു വ്യാഖ്യാനമല്ല. പിന്നെന്താണ് എഫേസ്യ ലേഖനം, എന്താണ് എഫേസ്യ ലേഖനത്തിൽ എന്താണ്, അത് നാം പഠിക്കുന്നത്. 6-ാം അധ്യായത്തിൽ പൈശാചിക ചതുരംഗപ്പടയെ പരിശുദ്ധാത്മ വരച്ചു കാണിച്ചു. എന്നിട്ട് അതിനെ ജയിക്കാനുള്ള ദൈവത്തിന്റെ സർവായുധവർഗവും നമുക്ക് കാണിച്ചു. എന്താ സർവായുധവർഗം എന്നൊക്കെ ദൈവകുഞ്ഞുങ്ങൾ പഠിച്ചു. എഫേസ്യർ 6:10 മുതൽ 12 വരെ നോക്കുമ്പോൾ, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. ഒടുവിൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടല്ലോ, എല്ലാം മനസ്സിലായല്ലോ. കൺക്ലൂഷനിലേക്ക് വരികയാണ്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടണം. അറിവ് ചീർപ്പിച്ചത് കൊണ്ടായില്ല, പ്രൈസ് ദി ലോർഡ്, ഡിഗ്രി എടുത്തുകൊണ്ടായില്ല. കർത്താവിന്റെ അമിതബലത്തിൽ ശക്തിപ്പെടണം. എന്തിനാ? നീ നിൽക്കുന്നത് പോർക്കളത്തിലായതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസികൾ കളിക്കളത്തിലല്ല, നാം നിൽക്കുന്നത് പോർക്കളത്തിലാണ്. 11-ാം വാക്യം നോക്കൂ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളി. പ്രിയരെ, യേശുവിനെ കുറിച്ച് പറയുന്നുള്ളതാണ് സുവിശേഷകരായ നമ്മുടെ കർത്തവ്യം. എന്നാൽ പലപ്പോഴും യേശു എന്ന് പറയുന്നതിനേക്കാൾ പലപ്പോഴും പല പ്രസംഗങ്ങളും യേശു എന്നുള്ള പേര് പോലും കേൾക്കാനില്ല. ആമേൻ കർത്താവായ യേശു എന്ന് പറയുമ്പോഴാണ് യേശു എന്നുള്ള വാക്ക് പോലും പലപ്പോഴും കേൾക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അധിക പ്രാവശ്യവും പിശാചിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഇന്ന് നാം പഠിക്കുന്നത് അവന്റെ തന്ത്രങ്ങളെക്കുറിച്ചാണ്, പൈശാചിക ചതുരംഗപ്പടയെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവനെക്കുറിച്ച് അധികം പറയേണ്ടി വരും. ശ്രോതാക്കൾ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ മറവിൽ ഇരുന്നു കൊണ്ട് അവന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കണം. ഡിമണോളജി ഒരു പ്രത്യേക പഠന വിഷയമായി പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമുക്ക് എന്റെ യേശുവിനെ കുറിച്ച് പഠിക്കാം. മറ്റ് നിരവധിയായ വിഷയങ്ങൾ ദൈവത്തിൽ പഠിക്കാനുണ്ടല്ലോ. പക്ഷേ പരിശുദ്ധാത്മ പറയുന്നു, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. എന്ന് പറഞ്ഞാൽ അറിയുന്നവരാണല്ലോ എന്ന്. യഥാർത്ഥത്തിൽ നമുക്ക് അവന്റെ തന്ത്രം വല്ലതും അറിയാമോ? പ്രൈസ് ദി ലോർഡ്. അറിയണമെങ്കിൽ ക്രൂശിൽ മറഞ്ഞു നിന്നുകൊണ്ട് പ്രാർത്ഥനയോടെ വചനം പഠിക്കണം. പിശാചിനെ കുറിച്ചുള്ള പഠനമല്ല, അവന്റെ തന്ത്രങ്ങളിൽ അകപ്പെടാതിരിക്കാനുള്ള പഠനമാണ്. പൗലോസ് തുടർന്ന് പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. എന്ന് പറഞ്ഞാൽ ജഡത്തിൽ രക്തമുള്ള ഒരെണ്ണത്തിനോടുമല്ല, പിന്നെയോ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. പോരാട്ടം എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ അസ്വസ്ഥരാകുന്ന ചില തിയോളജിസ്റ്റുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പറയുന്നത് പോരാട്ടമൊന്നും ഇല്ലെന്നാണ്. അത് തന്നെ ഒരു വലിയ പോരാട്ടമാണ്, പിശാചിന്റെ തന്ത്രമാണ്. എന്നാൽ ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. വചനം പ്രസംഗിക്കാൻ നമുക്ക് സമയം ലഭിച്ചാൽ പോരാട്ടം ബന്ധനം കെട്ടെന്നും പറഞ്ഞ് സമയം കളയരുത്. സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ചാൽ കേൾക്കുന്നവരുടെ ബന്ധന വഴിയും കെട്ടുകൾ പൊട്ടും, ജനം പോരാട്ടത്തിൽ ജയിക്കും. പ്രൈസ് ദി ലോർഡ്. ശാരീരികമായ അല്പം ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ പതിയിൽ നിന്ന് പറയുന്നത്. വേഗത്തിൽ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, ശക്തമായി പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, കൃപാവരങ്ങൾ യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് പ്രവചനവരത്തിനായി നാം വാചിക്കേണ്ടതാണ്. പക്ഷെ ഇല്ലാത്ത വരം ഉണ്ടെന്ന് പറയരുത്, അതും പിശാചിന്റെ തന്ത്രമാണ്. എന്തൊക്കെയാണ് പൈശാചിക ചതുരംഗപ്പട? നമ്മുടെ വായിച്ചു, വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാര ലോകത്തിന്റെ അധിപതികൾ, പിന്നെയോ അധിപതി സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന. ഇതിനെ ഒന്ന് നമുക്ക് നോക്കാം. എന്താണ് വാഴ്ചകൾ? സ്ഥാപനങ്ങളിൽ വാഴുന്നത്, വസ്തുക്കളിൽ വാഴുന്നത്, ദേശങ്ങളിൽ വാഴുന്നത്, വ്യക്തികളിൽ വാഴുന്നത്. നമ്മൾക്ക് കണ്ടില്ലേ, എന്റെ പൊന്നു പള്ളി എന്ന് പറഞ്ഞ് നേർച്ചയെടുത്ത് കണ്ടിട്ടില്ലേ? വിളിച്ച വിളിപ്പുറത്താന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? സത്യമാ, അവിടെ വാഴുന്ന ഒരു ശക്തിയുണ്ട്, അതാ കാര്യം. ഒരു പാട്ടുണ്ടല്ലോ, മഹിമയെഴും പുതുപ്പള്ളി തന്നിൽ വാഴുന്ന ഗീവർഗീസേ പാൽവർണ്ണ കുതിരയിലേറി നായാടാൻ ചെന്നൊരു നേരം തന്നറിയാതുള്ളൊരു സർപ്പം കുതിരയുടെ കാലിൽ ചുറ്റി. ഇവിടെ പുതുപ്പള്ളി വാഴുന്നത് ആരാണെന്ന് പറയുന്നു. പിണങ്ങുന്നവർക്കായി സ്തോത്രം. മഹിമേഴും പുതുപ്പള്ളിയിൽ വാഴുന്നു. പുതുപ്പള്ളി വാഴുന്നത് ഗീവർഗീസാണ്. ഏത് സംഭവം ആ പുള്ളിയെ ദൈവമാക്കിയെന്ന് ഓർക്കണം. ഒരു പാമ്പിനെ കൊന്നതാണ്. ഞാനൊരിക്കലെ ചെങ്ങറയിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ദിവസം ഈട്ടിമൂട്ടി പോകാൻ എന്നൊരു പുള്ളി ഉണ്ടായി. പുള്ളി കയ്യാല കെട്ടാൻ കല്ലിളക്കിയപ്പോൾ അതിനിടന്ന് 15 കുഞ്ഞുങ്ങളുമായിട്ട് കരിമൂർക്കൻ പത്തിവിട്ടു. ഈ പുള്ളി ഇതിനെല്ലാം തീയിട്ട് കൊന്നു. പക്ഷെ ഗോപാലൻ എല്ലാത്തിനെയും കൊന്നിട്ടും ഭാഗ്യത്തിന് അയാൾ ദൈവമായില്ല.
പുതുപ്പള്ളിയിൽ വാഴുന്നത് അവിടുത്തെ വാഴ്ചയാണ്. കുരിശുമലയിൽ വാഴുന്നത് അവിടുത്തെ വാഴ്ചയാണ്. പരുമലയിൽ വാഴുന്നത്, ശബരിമലയിൽ വാഴുന്നത്, കുരിശടിയിലും കുരിയാലയിലും ആൽത്തറയിലും കാവിലും പാലയിലും ഒക്കെ വാഴുന്നതാണ് വാഴ്ചകൾ. പ്രൈസ് ദി ലോർഡ്. അതല്ലേ അർത്തിമീസിനെ കുറിച്ച് പറയുന്നത് അപ്പോസ്തലപ്രവൃത്തി 19:27. അർത്തമീസ് ആസ്യ മുഴുവനും ഭരിക്കുന്നവളെന്നാണ്, ആസ്യ മുഴുവനും വാഴുന്നവളെന്നാണ് അർത്തമീസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അർത്തിമിസ് അപ്പോൾ ആസ്യയിലെ വാഴ്ചയാണ്. ഇപ്പോൾ ഈ വൃശ്ചികമാസി നാം ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചിട്ടിലും കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്. പാണ്ടിമലനാട് അടക്കി വാഴുന്ന പുള്ളിയെക്കുറിച്ച് ഇങ്ങനെ നിരന്തരം പറയുന്നത് ഈ വൃശ്ചികമാസി നമുക്ക് കേൾക്കാൻ. അപ്പം അങ്ങനെയുള്ള വാഴ്ചകളുണ്ട്. ഇതാണ് വാഴ്ചകൾ. അടുത്തത് അധികാരങ്ങൾ. എന്താണ് അധികാരങ്ങൾ? ഭരണാധികാരികളിൽ, ഉദ്യോഗസ്ഥരിൽ മറ്റും വ്യാപരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പൈശാചിക വിഭാഗമാണ് അധികാരങ്ങൾ. നമുക്കറിയാം 60 ലക്ഷം യഹൂദന്മാരെ കൊന്നൊടുക്കിയ ഹിറ്റ്ലറിൽ വ്യാപരിച്ചത് ഈ ശക്തിയാണ്. ഇന്നും ദൈവജനത്തെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്ന ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും മതനേതാക്കളും തീവ്രവാദികളും ഒക്കെ ഉണ്ടല്ലോ. ആ നേതാക്കളിൽ വ്യാപരിക്കുന്നത് മറ്റൊന്നുമല്ല, ഈ ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള പൈശാചിക ശക്തികളെയാണ് അധികാരങ്ങൾ എന്ന് പറയുന്നത്. വാഴ്ചകൾ, അധികാരങ്ങൾ. മൂന്നാമത്തത് അന്ധകാര ലോകത്തിന്റെ അധിപതികൾ, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി എന്ന് സങ്കീർത്തനങ്ങളിൽ നമ്മളിതിനെ വായിക്കുന്നു. ഇതിന്റെ അർത്ഥം ഇവന് വെളിച്ചം പേടിയാണെന്നൊന്നുമല്ല കേട്ടോ. ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരമായി ഇവൻ വരുമെന്ന് തൊട്ടടുത്ത വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഈ കൂട്ടർക്ക് ഏറെ പ്രിയപ്പെട്ട സമയം രാത്രിയാണ്. അതുകൊണ്ട് ഈ ഇരുട്ടിനെ ഏറെ ഇഷ്ടപ്പെടുന്ന ഇവന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നതും അതുതന്നെയാണ്. യോബ് 20:26 വായിക്കാമോ പാസ്? യോബ് 20:26. അന്ധകാരമൊക്കെയും മനസ്സിലായോ? ഇവന് ഇരുട്ട് ഇഷ്ടമാണെങ്കിൽ നിനക്ക് അത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതല്ലേ ദാവീദ് പറഞ്ഞത്, ശാപം നിനക്ക് പ്രിയമായിരുന്നു, നിനക്ക് അത് തന്നെ വന്നു. പ്രൈസ് ദി ലോർഡ്. അന്ധകാരമൊക്കെ അവന്റെ നിക്ഷേപമായിട്ട് സംഭരിച്ചിരിക്കുകയാണ്. ആരും ഊതാത്ത തീക്ക് അവനിരയാകും. നാലാമത്തെ വിഭാഗം എന്താണ്? സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന. അപ്പൊ ചോദ്യം, സ്വർലോകങ്ങളിൽ ദുഷ്ടാത്മസേനയോ? അപ്പൊ സ്വർഗത്തിലും അവന് സ്ഥാനമുണ്ടോ? വെളിപ്പാട് പുസ്തകം നോക്കൂ, 12-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിൽ. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി, നടക്കാൻ പോകുന്ന കാര്യമാണ്. മിഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി, അവന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതാനും. 8-ാം വാക്യം പ്രത്യേകം കുറിക്കൊള്ളണം. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഇത് വേഗത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. കർത്താവ് കാന്തയെ ചേർക്കാൻ മധ്യാകാശത്തിൽ വരുമ്പോൾ ആകാശത്തിന്റെ അധികാരിയായ സാത്താൻ വെട്ടേറ്റ് നിലത്തു വീഴും. പിന്നെ അവന്റെ സ്ഥലം അവിടെ കാണുകയില്ല, അഥവാ സ്വർഗത്തിൽ കാണുകയില്ല. അന്നുവരെ സ്വർഗത്തിൽ ഇവരുടെ സ്ഥലമുണ്ട്. ഇവിടെ സ്വർഗമെന്ന് പറഞ്ഞിരിക്കുന്നത് ആകാശമണ്ഡലം എന്നാണ് ശരിയായ പരിഭാഷ, അഥവാ മധ്യാകാശമാണ്. ഇത് സ്വർഗത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. നമ്മൾ സ്വർഗത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാകും. ആകാശമണ്ഡലം, നക്ഷത്രമണ്ഡലം, ദൈവസിംഹാസനം, ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണല്ലോ കഴിഞ്ഞ ബാച്ചിൽ നമ്മളത് പഠിപ്പിച്ചിരുന്നു. അതെ, ആ സ്വർഗത്തെ പഠിക്കുന്നത് ആകാശമണ്ഡലം, നക്ഷത്രമണ്ഡലം, ദൈവസിംഹാസനം എന്നിങ്ങനെയാണ്. ദൈവസിംഹാസനത്തിൽ നിന്ന് പുറത്താക്കിയ ദൂതൻ പിശാചായി മാറി ആകാശമണ്ഡലത്തിൽ സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയായി വസിക്കുന്നു. പിന്നെ അവന്റെ സ്ഥലം സ്വർഗത്തിൽ കണ്ടില്ല. ഏതിൽ പിന്നെ? കർത്താവിന്റെ കാഹളം മുഴങ്ങിയാൽ പിന്നെ അവന്റെ സ്ഥലം സ്വർഗത്തിൽ കാണത്തില്ല. ആ സ്ഥലമാണ് സഭയുടെ മണിയറയായി പിന്നെ മാറുന്നത്. കർത്താവിന്റെ 2ാം വരവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഇക്കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ കൂട്ടരോട്, ഈ മുകളിൽ പറയപ്പെട്ട ശക്തികളോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. പ്രിയരെ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നാം എല്ലാവരും ഈ ആധിപത്യത്തിന്റെ കീഴിലായിരുന്നുവെന്ന് എഫേസ്യ ലേഖനത്തിൽ പൗലോസ് നമ്മെ പഠിപ്പിക്കും. 2-ാം അധ്യായം 2-ാം വാക്യം, എഫേസ്യർ 2:2. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതി, മുമ്പേ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ, ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. മതിലെ കിളിച്ചാന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പരിശുദ്ധാത്മാവ് വചനത്തിൽ പറയാ നീ എങ്ങനെ നടന്ന പുള്ളിയാന്ന് എനിക്കറിയാം. നോക്കൂ, ഇവിടെ 3 കാര്യങ്ങളാണ്. 1, ഈ ലോകത്തിന്റെ കാലഗതി. 2, ആകാശത്തിന്റെ അധികാരി. 3, അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന്റെ ശക്തി. ഇതിന്റെയൊക്കെ കീഴിലായിരുന്നു രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഓരോ വ്യക്തികളും. പരിശുദ്ധാത്മാവ് പറയുന്നു മുമ്പേ നിങ്ങൾ നമ്മുടെ കാര്യം പറയുന്നത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതി അനുസരിച്ച് നടന്നു.
എന്താ ഈ ലോകത്തിന്റെ കാലഗതി? വാവ്, സംക്രാന്തി, പെരുന്നാള്, കടനാള്, തിരുനാള്, ശകുനം, മുഹൂർത്തം, രാഹുവേള, നാടുനോട്ടം, പല്ല് ചൊല്ലിയാൽ കൂടെ ചൊല്ലുക, പൂച്ച കുറുക്കി ആടിയാൽ ആ വഴിക്ക് പോകാതിരിക്കുക. ഇതൊക്കെയായിരുന്നു എന്താണ് ഈ ലോകത്തിന്റെ കാലഗതി. രക്ഷിക്കപ്പെട്ടപ്പോൾ ഇപ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ട്. അതൊന്നുമില്ലെങ്കിലും പല്ല് ചൊല്ലിയാൽ നമ്മൾ കൂടെ ചൊല്ലും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഉദ്ദേശിച്ച ഭാര്യ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ക്ലോക്ക് ബെല്ലടിച്ചു. അന്നേരം പറഞ്ഞു സത്യം. ഇപ്പോഴും ഈ ലോകത്തിന്റെ കാലഗതി അത് മാറിയിട്ടില്ല. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഇങ്ങനെയാണ് നടന്നത്. അങ്ങനെ നടക്കാനുള്ള കാരണമാണ് അടുത്ത വാക്യം. ആകാശത്തിന്റെ അധികാരി വ്യാപരിച്ചതാണ്. ആകാശത്തിന്റെ അധികാരം. ആകാശത്തിന് ഒരു അധികാരമുണ്ട്, ഒരധികാരിയുണ്ട്. അതാണ് ഇയ്യോബിന്റെ പുസ്തകം 38:33 പറയുന്നത്. ആകാശത്തിലെ നിയമങ്ങളെ നീ അറിയുന്നു. അപ്പൊ ആകാശത്തിൽ നിയമമുണ്ട്. അതിന് ഭൂമിമേലുള്ള സ്വാധീനത നിനക്ക് നിർണയിക്കാമോ? അപ്പൊ അതിന് ഭൂമിമേൽ സ്വാധീനവും ഉണ്ട്. ഇയ്യോബ് 38:33. ആകാശത്തിൽ ചില നിയമങ്ങളുണ്ട്, അതിന് ഭൂമിമേൽ ചില സ്വാധീനവുമുണ്ട്. അങ്ങനെ സ്വാധീനമുള്ളിടത്ത് ചെന്ന് കിടന്നിട്ടും നീയും ഞാനും തകരാതിരിക്കുന്നത് കർത്താവിന്റെ കൃപയൊന്നു മാത്രമാണ്. യേശുക്രിസ്തുവിന്റെ രക്തം നമ്മെ പൊതിഞ്ഞിരുന്നത് കൊണ്ടാണ്. ആകാശത്തിൽ ആരുടെ നിയമമാണ്? ആകാശത്തിന്റെ അധികാരിയുടെ നിയമമാണ്. ആകാശത്തിന്റെ അധികാരി ദൈവമല്ല. അതുകൊണ്ടാ സത്യം തിരിച്ചറിഞ്ഞ ദൈവമക്കൾ ആകാശങ്ങളിലിരിക്കുന്ന ഞങ്ങളുടെ വാ വാ എന്ന് പ്രാർത്ഥിക്കാത്തത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവമോ സ്വർഗത്തിലിരിക്കുന്നു. ആകാശത്തിലിരിക്കുന്നത് ആകാശത്തിന്റെ അധികാരിയാണ്. രണ്ടിന്റെ രണ്ട് നോക്കൂ. അവയിൽ നിങ്ങൾ മുമ്പേ ലോകത്തിന്റെ കാലഗതിയെയും ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അടുത്തത് രണ്ടാമത്തെ കാര്യത്താണ് അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന്റെ അധിപതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അനുസരണക്കേടിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ അനുസരിക്കാത്തതിന്റെ മേൽ എത്ര അന്യഭാഷ പറഞ്ഞാലും വ്യാപരിക്കുന്ന ആത്മാവിന്റെ അധികാരി വേറൊരുത്തനാണ്. പ്രൈസ് ദി ലോർഡ്. അത് പരിശുദ്ധാത്മാവല്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് അവൻ അനുസരണത്തിന്റെ ആത്മാവാ. അപ്പോസ്തലപ്രവൃത്തി 5:32 പറയുന്നു, ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകുന്നതാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ ദൈവവചനം അനുസരിക്കാത്തവന്റെ മേൽ വ്യാപരിക്കുന്ന ഏത് ശക്തിയാ? പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നാം എല്ലാവരും ഈ വ്യാപാര ശക്തി കീഴിലായിരുന്നു. രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, കുഞ്ഞെ നീ ഇന്നും ആ ശക്തിയുടെ നിയന്ത്രണത്തിലാണ്. പരിശുദ്ധാത്മ പറയുന്ന ശ്രദ്ധിക്കൂ. 2 തെസ്സലോനിക്കർ 2:7-11 വരെ 7, 9, 11 വാക്യങ്ങൾ. 7-ാം വാക്യം. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. മനസ്സിലായോ? അധർമ്മം മൂർത്തി വെളിപ്പെട്ടില്ലെന്നേ ഉള്ളൂ. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. പിന്നെന്താ വെളിപ്പെടാത്ത? തടഞ്ഞുകൊണ്ടിരുന്ന വഴി നിൽക്കും. പ്രൈസ് ദി ലോർഡ്. അതാരാണ്? നമ്മുടെ പരിശുദ്ധാത്മാവ്. അധർമ്മ മൂർത്തി വെളിപ്പെട്ടിട്ടില്ല. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ചുറ്റുപാടും ഒന്ന് ശ്രദ്ധിച്ചാൽ കാണാം. പ്രൈസ് ദി ലോർഡ്. 9-ാം വാക്യം. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. എങ്ങനെയാ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത എന്ന് നോക്കിയേ. അവിടെ നോക്കൂ. സ്വോത്രം അവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തി എന്താണ്? വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും. നമ്മുടെയൊക്കെ പള്ളിയിൽ എന്തോ ഉണ്ട്? നമ്മുടെ ഉദ്ദേശമൊക്കെ എഴുന്നേറ്റുന്ന ഉണങ്ങിയ വചനമല്ലാതെ വല്ലതും ഉണ്ടോ? അങ്ങനെ ചോദിക്കുന്ന വിശ്വാസി പറയുന്ന എന്താണ്? അവിടെ അതുണ്ട്, ഇതുണ്ട്, അവിടെ അത്ഭുതമുണ്ട്, ഇതുണ്ട്. എടാ, സത്യവചനം മതി. വചനത്തിനപ്പുറത്തുള്ള അത്ഭുതം ഒന്നും വേണ്ട. വചനത്തിന് രൂപാന്തരം കഴിയാത്ത ഒന്നുമില്ലെന്ന്, രൂപാന്തരം എടുത്താൻ കഴിയാത്ത ഒന്നുമില്ല. 10-ാം വാക്യം. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചു കൊള്ളായികയാൽ തന്നെ അങ്ങനെ സംഭവിക്കും. അടുത്ത നോക്കൂ. സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. വ്യാജത്തിന്റെ വ്യാപാര ശക്തി. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അവൻ ആളത്വത്തിൽ വെളിപ്പെട്ടിട്ടില്ലെന്നേ ഉള്ളൂ. അവന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഇവന്റെ പ്രത്യേകത കൊണ്ടോ? ഇവൻ കയറി വ്യാപരിക്കും. ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ഒരു പരിഭാഷയിൽ അയക്കുന്നുവെന്നല്ല, അനുവദിക്കുന്നു. ഇതുവരെ കയറിയില്ലെങ്കിൽ, അനുസരണക്കേട് കാണിച്ചിട്ടും കയറിയില്ലെങ്കിൽ ദൈവം അനുവദിക്കാനിട്ടാ. അത്രയും കയറി വെച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. ദുരാത്മശക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ എവിടെയും കയറി വ്യാപരിക്കും. കാരണം യെഹെസ്കേൽ 28:16 പറയുന്നു, നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. അപ്പൊ ഇവന്റെ വ്യാപാരത്തിന് പെരുപ്പമുണ്ട്, എവിടെയും കയറി വ്യാപരിക്കും. പക്ഷെ പരിശുദ്ധാത്മാവ് അങ്ങനെയല്ല കേട്ടോ. പരിശുദ്ധാത്മാവ് അങ്ങനെ എവിടെയും കയറി വ്യാപരിക്കത്തില്ല. ജഡികളിലും വ്യാപരിക്കത്തില്ല, ജഡത്തിലും വ്യാപരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പിന്നെയോ വിശുദ്ധന്റെ ആത്മാവിലെ വ്യാപരിക്കത്തു. പ്രൈസ് ദി ലോർഡ്.
അതത് ശരിയല്ലെങ്കിൽ പെന്തിക്കോസുകാരിലും വ്യാപരിക്കും. ഒരു സ്വതന്ത്രം പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? നീ പ്രസംഗിക്കുന്നുണ്ടായിരിക്കും, പാടുന്നുണ്ടായിരിക്കും, അന്യഭാഷ പറയുന്നുണ്ടായിരിക്കും, അത്യാവശ്യം വന്നാൽ പ്രവചിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അകം ശരിയല്ലെങ്കിൽ ഇവൻ അവിടെയും കയറി വ്യാപരിക്കും. ആമേൻ. ഞാനീ പറഞ്ഞത് തെളിയിക്കേണ്ട ബാധ്യത എനിക്കുണ്ടല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം നോക്കൂ, 9-ാം അധ്യായം 51 മുതൽ 55 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 51 മുതൽ 55 വരെയുള്ള വാക്യങ്ങൾ. അവിടെ എഴുതിയിരിക്കുന്നവന്റെ ആരോഹണത്തിലുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരുശലേമിലേക്ക് യാത്രയാകാൻ മനസ്സുറപ്പിച്ചു. നോക്ക്, യേശു യെരുശലേമിലേക്ക് യാത്രയാകാൻ മനസ്സുറപ്പിച്ചു. എന്തിനാണെന്നറിയാമോ? എനിക്കും നിനക്കും വേണ്ടി മരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. നാളെ ഞായറാഴ്ച, ഇന്ന് 28 കെട്ടാൻ വേണ്ടി പോകാൻ മനസ്സുറപ്പിക്കുന്ന പുള്ളികളുണ്ട്. പക്ഷെ യേശു അങ്ങനല്ല ചെയ്തത്. അവന്റെ ആരോഹണത്തിലുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരുശലേമിലേക്ക് പോകാൻ മനസ്സുറപ്പിച്ചു. അതെ, എനിക്കും നിനക്കും വേണ്ടി മരിക്കാൻ. അതിന് കർത്താവ് എന്ത് ചെയ്തു? 51-ാം വാക്യം, തനിക്ക് മുമ്പായി 2 ദൂതന്മാരെ. അങ്ങനെയാ, കർത്താവ് എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്യാനായി ഉദ്ദേശിക്കുന്നെങ്കിൽ അതിനു മുമ്പായി ചിലരെ നിയോഗിക്കും. എന്തിനാണ്? അവനായി വട്ടം കൂട്ടേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. മക്കളെ, എന്നെയും നിന്നെയും ഇപ്പോൾ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് അവന്റെ വരവിന് വേണ്ടി വട്ടം കൂട്ടാനാണ്. സ്തോത്രം. നാം വട്ടം കൂട്ടുകയാണോ വെറുതെ വട്ടം നടക്കുകയാണോ എന്ന് ഒരാത്മപരിശോധന ആവശ്യമാണ്. ഇവർ പോയിട്ട് എന്ത് ചെയ്തു? 52-ാം വാക്യം, അവർ പോയി അവനായി വട്ടം കൂട്ടേണ്ടതിന് ശമര്യക്കാരുടെ ഒരു ഗ്രാമത്തിൽ ചെന്നു. നോക്കണേ, ഇങ്ങനെ പല പുള്ളികളും. യേശു ഇവിടെ പോകാൻ ആഗ്രഹിച്ചത് യെരുശലേമിൽ പോകാനാ. ഇവന്മാര് വട്ടം കൂട്ടാൻ ചെന്നവിടാണ് ശമരി. അങ്ങനെയാ. ഹല്ലേലൂയ. അങ്ങനെ പല പുള്ളികളുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവന്റെ വരവിന് വേണ്ടി വട്ടം കൂട്ടം. 55-ാം വാക്യം, അവൻ യെരുശലേമിലേക്ക് പോകുവാൻ ഭാവിച്ചിരിക്കാൻ ശമര്യക്കാർ അവനെ കൈക്കൊണ്ടില്ല. അത് കുറ്റം പറയാനൊക്കത്തില്ല. സ്തോത്രം. ഈ ജാതീയമായ ഉച്ചനീചത്വ നിമിത്തം ശമര്യക്കാരെ ഹീനജാതികളെന്ന് കരുതുന്ന ആൾക്കാരാണ് യഹൂദർ. യഹൂദയിൽ പോയി യോഗം നടത്തുന്നതിന് ഇവിടെ വട്ടം കൂട്ടാൻ വന്നെന്ന് പറഞ്ഞുകൊണ്ട് അവർ കൈക്കൊള്ളാൻ IPCയുടെ കൺവെൻഷന്റെ ചർച്ച കൂടി വട്ടം കൂട്ടാൻ ചെന്നവരായി പോയത്. ദൈവത്തിന്റെ സ്തോത്രം. അവർ കൈക്കൊണ്ടില്ല. അതിന് 55-ാം വാക്യം 54-ാം വാക്യം, അതവന്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കണ്ടിട്ട്, സാധാരണ ഈ കൂട്ടത്തിൽ പത്രോസും കാണുന്നതാണ്. പത്രോസ് ഇപ്പം മറ്റെന്തോ ആവശ്യത്തിന് പോയതായിരിക്കാം. അവന്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കണ്ടിട്ട്, കർത്താവേ, ഏലിയാവ് ചെയ്ത പോലെ ആകാശത്ത് തീ ഇറക്കി അവരെ നശിപ്പിക്കാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ, നീ ഏശം എന്ന് പറഞ്ഞാൽ മതി, ശമര്യക്കാരെ മൊത്തം കത്തിച്ചേക്കാം. വെറുതെ പറയല്ല, വചനപ്രകാരമാണ്. പണ്ട് ഏലിയാവ് ചെയ്ത പോലെ. ഇന്നും അങ്ങനെ ഉണ്ട് കേട്ടോ. മുറിവാക്യം കൊണ്ട് കത്തിക്കാൻ നടക്കുന്ന ഒത്തിരി പുള്ളികളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവരെ നോക്കിയിട്ട് യേശു പറഞ്ഞൊരു വാക്ക്, ഹലോ, കേൾക്കുന്നുണ്ടെന്നാ എന്റെ ചിന്ത. 55-ാം വാക്യം, അവരെ നോക്കിയിട്ട് അവൻ പറയണം, അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു, നിങ്ങൾ ഏതാത്മാവിന് അധീനർ എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഇവന്മാരുടെ വായിൽ നിന്നിറങ്ങിയത് കേട്ടപ്പോൾ യേശു തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ ഏതാത്മാവിന് അധീനർ? ഞാൻ എപ്പോഴും പറയുന്ന, യേശു സ്റ്റാൻഡേർഡ് വാക്കുകളെ പറയും, ലാവണ്യ വാക്കേ പറയും. പക്ഷെ ഞാൻ അങ്ങനല്ല. നമ്മളത്ര വലിയ സ്റ്റാൻഡേർഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ചോദിക്കുന്നത് എങ്ങനെ ചോദിക്കും, നീയൊക്കെ ഏതാത്മാവിന് അധീനരാണ്? പ്രൈസ് ദി ലോർഡ്. നിന്റെ എന്റെ വായിന്ന് ഇറങ്ങുന്ന കേൾക്കുമ്പോൾ ഇന്നും കർത്താവ് ചോദിക്കുന്ന ഇതാണ്. ഇതിനു മുമ്പല്ലേ നീ ആത്മീയ മർമ്മം പ്രസംഗിച്ചത്, ഇപ്പൊ എന്നതാടാ നിന്റെ വായിന്ന് വരുന്നത്? നീയൊക്കെ ഏതാത്മാവിന് അധീനരാ. പ്രൈസ് ദി ലോർഡ്. ഇതാരോടാ ചോദിച്ചത്? ജാതികളോടല്ല, പുറം ജാതികളോടല്ല, 3.5 വർഷം കൂടെ നടന്ന് പഠിച്ചവരോടാണ്. അങ്ങനെ പറഞ്ഞാൽ പോലെ 9 മുതൽ വായിക്കണം. 9-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിക്കണം. 9:1, അവൻ പന്തിന് വരെ അടുക്കൽ വിളിച്ചു. അങ്ങനെയാണ് ഞാൻ പറയട്ടെ, കർത്താവിന്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ചാണ് നൂറ്റം കൊള്ളുന്നവരോടാ ചോദിക്കുന്നത്, നീ ഏതാത്മാവിന്റെ അധീനനാടാവുകയും ഏതാത്മാവായി ഇപ്പൊ നിന്നെ വ്യാപരിക്കുന്നത്. അടുത്ത സെന്റൻസ്, അവർക്ക് ഭൂതങ്ങളെ പുറത്താക്കാനും രോഗികളെ സൗഖ്യമാക്കാനും ഒക്കെ അധികാരം കൊടുത്തു. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, മഹാദൈവത്തിന്റെ പക്കൽ നിന്ന് കൃപാവരത്തിന്റെ ശുശ്രൂഷ കൈനീട്ടി വാങ്ങിയവരാണ്. അഭിഷേകത്തിന്റെ ശുശ്രൂഷ മഹാദൈവത്തിന്റെ പക്കൽ നിന്ന് കൈയേറ്റവരോടാ ചോദിക്കുന്നത്, നീയൊക്കെ ഏതാത്മാവിന് അധീനരാണ്. പ്രിയരെ, ഞാന് എന്റെ പ്രിയപ്പെട്ടവരെ ആരെയും വേദനിപ്പിക്കാൻ പറയല്ല. ഹല്ലേലൂയ. നാം സ്വയപരിശോധനയ്ക്ക്, ആത്മപരിശോധനയ്ക്ക് വിധേയരാകണം. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇനി നോക്കൂ, 6-ാം വാക്യം നോക്കൂ. അവർ എങ്ങും പുറപ്പെട്ടു, സുവിശേഷിച്ചുകൊണ്ട് രോഗികളെ സൗഖ്യമാക്കിയും കൊണ്ട് ഊർതോട് സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ പ്രാപിച്ചെടുത്ത അധികാരം പ്രവൃത്തിപഥത്തിൽ എത്തിച്ചവരോടാണ് ചോദിക്കുന്നത്, നിങ്ങൾ ഏതാത്മാവിന് അധീനരാണ്. പ്രൈസ് ദി ലോർഡ്.
7-ാം വാക്യം നോക്കൂ. സംഭവിക്കുന്നതെല്ലാം ഇടപ്രഭുവായ ഹേരോദാവ് കേട്ടു. എന്നിട്ട് പറയാണ്, യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് കൊണ്ടായിരിക്കും ഇതൊക്കെ സംഭവിക്കുന്നത്. മനസ്സിലായില്ലയോ? യോഹന്നാനായിരുന്ന ഒരു തലവേദന. ഒരിക്കൽ സ്നാപയോഹന്നാൻ വന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഫിലിപ്പിന്റെ ഭാര്യയെ വെച്ചോണ്ടിരിക്കുന്ന മാന്യമെന്തമായ കാര്യമിടാവുകയെന്ന്. അതിന് അങ്ങനെ പ്രവചനം നടത്തിയതിന് സ്വോത്രകാഴ്ച കൊടുത്തു. അവൻ തലവെട്ടി പാത്രത്തിൽ വെച്ചു കൊടുത്തു. എന്തോ അങ്ങനെയാ പാപബോധം വരുത്തുന്ന സന്ദേശം പ്രവചനമായി പറഞ്ഞാൽ കിട്ടുന്ന സ്വോത്രകാഴ്ച അത്രേ ഉള്ളൂ. അപ്പൊ ഇതോടുകൂടി തീർന്നെന്നാ കരുതിയത്. യോഹന്നാനെ വെട്ടി കൊന്നു കഴിഞ്ഞപ്പോൾ പ്രശ്നം തീർന്നു കരുതിയിരിക്കുമ്പോൾ 12 അതിശക്തിയോട് എഴുന്നേറ്റ് 12 പേര് അതിശക്തിയോട് എഴുന്നേറ്റ് വന്ന് ആമേൻ ശുശ്രൂഷിക്കുമ്പോൾ ഈ പുള്ളി പറയുന്നത് ഞാൻ കാര്യം കേട്ടോ, യോഹന്നാൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ അപ്പോസ്തലന്മാര് വ്യാപരിക്കുന്നത് യോഹന്നാന്റെ ഭൂതമാണെന്നായി പറയുന്നത്. ഇന്നും അങ്ങനെയാ. പരിശുദ്ധാത്മാവിന്റെ അരുളപ്പാട് ഒരുത്തൻ പ്രഖ്യാപിച്ചാൽ മറ്റുള്ളവർ പറയും അവന് സേവയുണ്ട്. എന്നെക്കുറിച്ചും അങ്ങനെ പറയുന്നവരുണ്ട്. ഞാനും പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്, സേവയുണ്ട്. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങളുടെ യഹോവയെ സേവിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ദേശത്തിന്റെ അധികാരി അത്ഭുതപ്പെട്ടു പോയി. അതെ, ദേശത്തിന്റെ അധികാരിയെ അത്ഭുതം കൊള്ളിച്ച് ശുശ്രൂഷ ചെയ്തവരോടാണ് ഇന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നത്, നീ ഏതാത്മാവിന് അധീനനാണ്? 28 മുതലുള്ള വാക്യങ്ങൾ നോക്കൂ. ആ 9-ാം അധ്യായത്തിന്റെ 28 മുതലുള്ളത്. ഈ വാക്യങ്ങളെ പറഞ്ഞ ശേഷം ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മലയിൽ കയറിപ്പോയി. അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ മുഖഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആ സംഭവം അറിയാം. ഞാൻ പെട്ടെന്നൊന്ന് വിശദീകരിക്കാം. കർത്താവ് 9 പേരെ താഴെ നിർത്തിയിട്ട് പ്രാർത്ഥനയിൽ തന്നോടുകൂടെ ചെലവഴിക്കാനായിട്ട് 3 പേരെയും കൊണ്ട് മുകളിൽ കയറിപ്പോയി. എന്തിനാ കൊണ്ടുപോയത്? തന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. പ്രാർത്ഥിക്കാനാ കൊണ്ടുപോയതെങ്കിലും ഇവന്മാർ അവിടെ നിന്ന് ഉറങ്ങിപ്പോയി. പക്ഷെ ദൈവം വിശ്വസനല്ലേ, ഉറങ്ങാതെ പ്രാർത്ഥിക്കുന്നവരെ അയച്ചു, സ്വർഗീയന്മാരെ എവിടേക്ക് അയച്ചു. ആരാണ്? മോശ ഏലിയാവ് ഇറങ്ങി വന്നു. മോശ ഏലിയായി ഇറങ്ങി വന്നു, അവനോട് സംഭാഷിച്ചു. എന്താ സംഭാഷിച്ചത്? 31-ാം വാക്യം, അവൻ അത് യെരൂശലേമിൽ പ്രാപിക്കാനിരിക്കുന്ന അവൻ നിര്യാണത്തെ കുറിച്ച് സംസാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അടുത്ത നാടുകളിൽ കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ നിർവഹിക്കാനിരിക്കുന്ന പരമയാഗത്തെ കുറിച്ചുള്ള സംസാരമാണ്. ഒരു സ്വർഗീയ കോൺഫറൻസ് ആണ്. പിതാവായ ദൈവത്തിന്റെ അടുത്തുനിന്ന് പ്രാപിച്ചെടുത്ത കാര്യങ്ങൾ പുത്രനുമായി ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ നടുവിൽ നിന്നുമാർ ഉറങ്ങിപ്പോയെങ്കിൽ ഇന്ന് എഫേസ്യ ലേഖനം ഞാൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ദൂരങ്ങളിൽ നിന്ന് ഉറങ്ങിയാൽ കുറ്റമൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. ഉറങ്ങാനും സാരമില്ല, ഒരു സ്വപ്നമേലും കണ്ടച്ചേ പോകാവൂ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പത്രോസ് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നിട്ട് ഇതെല്ലാം കണ്ടിട്ട് ഈ ഭവന നിർമ്മാണ പദ്ധതിയൊക്കെ പുള്ളി അങ്ങ് ആസൂത്രണം ചെയ്തു. 3 കുടിലുണ്ടാക്കാം. 3 കുടില്. അതെന്തിനാ? 1 മോശയ്ക്ക്, 1 ഏലിയാവിന്, 1 യേശുവിന്. അപ്പൊ നിനക്കോ വേണ്ട, ഞാൻ ഈ 3 കൂടെ ഓളിനോടായിട്ടൊക്കെ ഇങ്ങനെ നിന്നോളാം. കർത്താവ് അങ്ങനെ സമ്മതിച്ചിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം ആ മലയായി തീർന്നേനെയും നാം എല്ലാം ദൈവത്തെ ആരാധിക്കാൻ അവിടെ പോകേണ്ടി വരുമായിരുന്നു. അത് സമ്മതിക്കാതെ 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടിയാൽ മതി, ഞാൻ അവിടെ വരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നോക്കൂ, ഹല്ലേലൂയ. ഇവരിങ്ങനെ പറഞ്ഞപ്പോൾ കർത്താവിന്റെ മറുപടി എന്താണെന്നറിയാം? 35-ാം വാക്യം, എടാ യവന് ചെവി കൊടുക്കുക. മനസ്സിലായോ? നീ ഒത്തിരി ജീവകാരുണ്യ പ്രവൃത്തിയൊക്കെ ചെയ്തോ, നല്ലതാണ്. പക്ഷെ അതിനു മുൻപ് നീ പുത്രന് ചെവി കൊടുക്കണം. സ്തോത്രം, സ്തോത്രം. ദൈവപുത്രന് ചെവി കൊടുക്കാതെ ചെയ്യുന്ന എല്ലാ ജീവകാരുണ്യ പ്രവൃത്തികളെയും സ്വർഗം കറ പുരണ്ട തുണിയായി മാത്രമേ കാണത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു എന്നാ ലൂക്കോസിന് സുവിശേഷത്തിൽ പറയുന്നത്. മിന്നുന്ന വെള്ളയായി തീർന്ന ഒരു ഭാഗത്ത് പറയും. നോക്കൂ, മർക്കോസ് പറയും. നോക്കൂ, എന്നെ ശ്രദ്ധിക്കൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്റെ ഇപ്പൊ കർത്താവ് അവന്റെ അരികിൽ ഇറങ്ങി വന്ന മോശയും ഏലിയാവും ഇറങ്ങി വന്നപ്പോൾ യേശുവിന്റെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈ വസ്ത്രം ഇങ്ങനെ വെളിച്ചം പോലെ വെള്ളയായി തീർന്നത്. ഉത്തരം ഞാൻ പറയാം. മുകളിൽ നിന്ന് ഇറങ്ങി വന്നത് സ്വർഗീയന്മാരാ. എന്ന് പറഞ്ഞാൽ തേജസ്സിന്റെ വസ്ത്രം ധരിച്ചവരാ വന്നിരിക്കുന്നത്. അവരുടെ മുൻപിൽ ദൈവപുത്രന്റെ തേജസ്സിന് ഒരു കോട്ടവും വരരുതെന്ന് പിതാവിന് ഉദ്ദേശമുണ്ട്. കേട്ടോ, നമ്മൾ ആരെയൊക്കെ ഉയർത്തിയാലും അതൊന്നും എന്റെ യേശുവിന്റെ തേജസ്സിന് കോട്ടം വരാനിടയായിത്തീരുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇവരെ കുറിച്ച് ഞാനിങ്ങനെ പറയും, കർത്താവിന്റെ തേജസ് നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടുവെന്ന് ഊറ്റം കൊണ്ടുവന്നവരോടാണ് ചോദിക്കുന്നത്, നീയൊക്കെ ഏതാത്മാവിന് അധീനരാ? പ്രൈസ് ദി ലോർഡ്. പിതാവിന്റെ ശബ്ദം കേൾക്കുന്നു, നീ യവന് ചെവി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ മഹാദൈവത്തിന്റെ ശബ്ദം സ്വന്തം ചെവിയാൽ കേട്ടവരോടാണ് ചോദിക്കുന്നത്, നിങ്ങൾ ഏതാത്മാവിന് അധീനർ? ദൈവത്തിന് മഹത്വം. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീനെന്നുള്ള ശബ്ദം കേട്ടപ്പോൾ
ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നു, ആമേൻ 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 ആമേൻ, ആ യേശുവിനെ മാത്രം കണ്ടു. 35-ാം വാക്യം, മേഘത്തിൽ ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ, അവൻ 36-ാം വാക്യമാണ്, അവൻ യേശുവിനെ മാത്രം കണ്ടു. അതിന്റെ കാര്യം, ആ സമയത്ത് മോശയും ഏലിയാവും അവിടെ കണ്ടിരുന്നെങ്കിൽ, മോശയും ഏലിയാവിനെയും ഈ 3 പേര് കണ്ടിരുന്നെങ്കിൽ, അവര് പറഞ്ഞതിനെയും 3 പേരും ദൈവത്തിന്റെ പ്രിയപുത്രന്മാരാണ്. ഹല്ലേലൂയ. ഒരുത്തനല്ലാതെ മറ്റൊരുത്തനില്ല. അത് നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവാണ്. ഇവനാണ് എന്റെ പ്രിയപുത്രൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ നോക്കൂ പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വിളി കേട്ടവരോടാണ് ചോദിക്കുന്നത്. സ്തോത്രം. കർത്താവിന്റെ പക്കൽ നിന്ന് അധികാരത്തിന് ശുശ്രൂഷ ഏറ്റുവാങ്ങിയവരോടാണ് ചോദിച്ചത്, നീയൊക്കെ ഏത് ആത്മാവിന് അധീനരാണ്? പ്രാപിച്ചെടുത്ത അധികാരം പ്രവൃത്തിപഥത്തിൽ എത്തിച്ചവരോടാണ് ചോദിച്ചത്. പ്രൈസ് ദി ലോർഡ്. അവന്റെ ശുശ്രൂഷ കണ്ടിട്ട് ഹല്ലേലൂയ ദേശത്തിന്റെ അധിപതി പോലും അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെയുള്ളവരോടാണ് ചോദിച്ചത്. ഓരാ കർത്താവിന്റെ തേജസ് കണ്ടവരോട്, ഓരാ പിതാവിന്റെ ശബ്ദം നേരിട്ട് കേട്ടവരോട്. അത്രയും പോരല്ലോ, ഒരിക്കൽ ഹല്ലേലൂയ ഇവര് യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നുണ്ട്, കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളിൽ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്. അതിന് യേശു പറഞ്ഞ മറുപടി, പ്രൈസ് ദി ലോർഡ്, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിനല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പിൻ. അങ്ങനെയാണെങ്കിൽ ഉറപ്പാണ് ഇവരുടെ പേര് സ്വർഗത്തിലെ ജീവപുസ്തകത്തിലുണ്ട്. ജീവപുസ്തകത്തിൽ പേരെഴുതുന്നവനല്ലേ ചോദിച്ചത്? ജീവപുസ്തകത്തിൽ പേരെഴുതുന്ന കർത്താവാ പറഞ്ഞത്, നിങ്ങളുടെ പേർ ജീവന്റെ പുസ്തകത്തിലുള്ളതിൽ തന്നെ എഴുതിയിരിക്കുന്നതിൽ തന്നെ സന്തോഷിപ്പിൻ. അവരോടാണ് ചോദിക്കുന്നത്. അവരുടെ വായിൽ നിന്നിറങ്ങിയ വാക്ക് കേട്ടിട്ടാ ചോദിക്കുന്നത്, നിങ്ങൾ ഏതാത്മാവിന് അധീനം? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലെ പ്രവാസകാലം നമുക്ക് ഭയത്തോടെ കഴിക്കണം. നമ്മുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും അവിടുത്തേക്ക് പ്രസാദമുള്ളതായിരിക്കട്ടെ. അല്ലെങ്കിൽ മറ്റൊന്ന് കയറി വ്യാപരിക്കും എന്നുള്ളത് ദൈവവചനം നമുക്ക് തരുന്ന കൃത്യമായ വെളിപ്പാടാണ്. അതുകൊണ്ടാ 1 യോഹന്നാൻ 4:1 പറഞ്ഞിരിക്കുന്നത്, ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളവ തന്നെയോ എന്ന് ശോധന ചെയ്യണം. ഏതാത്മാവിനെയും കയറി വിശ്വസിക്കരുത്. ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളവയോ ദൈവത്തിൽ നിന്നുള്ളവ തന്നെയോ എന്ന് ശോധന ചെയ്യണം. ഓക്കെ, വിഷയത്തിലേക്ക് എന്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ ദൈവങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുകയാണ്. ഒരിക്കൽ പൗലോസ് പറഞ്ഞു, 3 ലോകങ്ങളുണ്ട്, 3 ലോകരുമുണ്ട്. എവിടെയാണ്? ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 10-11 വാക്യം. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടി വരും. ഇന്ന് ഏറ്റുപറയാത്തവൻ ഒരിക്കൽ ഏറ്റുപറയേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നോക്കൂ, 3 ലോകങ്ങളുണ്ടെന്ന് പറയുന്നു. ഏതൊക്കെയാ 3 ലോകങ്ങൾ? സ്വർലോകം, ഭൂലോകം, അധോലോകം. 3 ലോകങ്ങൾ. 3 ലോകങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ, 3 ലോകങ്ങളുണ്ടെങ്കിൽ 3 ലോകരുമുണ്ട്. ഇവിടെ 3 ലോകരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരൊക്കെയാണ് 3 ലോകർ? സ്വർലോകർ, ഭൂലോകർ, അധോലോകർ. ഇനി ശ്രദ്ധിക്കൂ, സ്വർലോകരും അധോലോകരും ആത്മരൂപികളാണ്. അവർക്ക് ശരീരമില്ല. എന്നാൽ ഭൂലോകത്തിൽ കഴിയുന്ന എനിക്കും നിനക്കും ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ഒരു ശരീരമുണ്ട്. അതുകൊണ്ട് ഈ ശരീരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. സ്വർലോകർക്കും അഹോലോകർക്കും ശരീരമില്ലെങ്കിലും അവർ ശരീരം മോഹിക്കുന്നുവെന്ന് തിരുവെഴുത്ത് വ്യക്തമാക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. തെളിവുകൾ പലതുണ്ട്. 1-2 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് മുന്നോട്ട് പോകാം. യൂദായുടെ ലേഖനം 6, 7, 9 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം. യൂദായുടെ ലേഖനം 6 എന്ന് പറഞ്ഞതിന്റെ കാര്യം ഒരധ്യായമുണ്ട്, അതുകൊണ്ടാണ് അധ്യായം പറയാത്തത്.
അതെ, അവിടെ എഴുതിയിരിക്കുന്നു, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ സോദോമും ഗൊമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പാചരിച്ചു, അന്യജഡം മോഹിച്ചു. ഇവിടെ രണ്ട് കൂട്ടരെ കാണുന്നു, രണ്ട് കൂട്ടരുടെ പാപങ്ങൾ വെളിപ്പെടുന്നു. ആരൊക്കെയാണത്? ഒന്ന്, സോദോമിലും ഗൊമോരയിലുമുള്ള ജനങ്ങൾ, അവർ ചെയ്ത പാപങ്ങൾ. രണ്ട്, ദൂതന്മാർ, വാഴ്ച കാത്തുകൊള്ളാതെ വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ. ഇവിടെ സോദോമ്യരുടെ പാപം നമുക്കറിയാം. അവരാണോടാണ് അപലക്ഷണമായത് പ്രവർത്തിച്ച് അന്യജഡം മോഹിച്ചു. എന്നാൽ ദൂതന്മാരുടെ പാപം അവിടെ വ്യക്തമാക്കുന്നില്ല. അവർ സ്വന്തം വാസസ്ഥലം വിട്ടുപോയി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ 7-ാം വാക്യം നോക്കൂ, അവർക്ക് സമമായി ദുർനടപ്പാചരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. ആർക്ക് സമമായി? സോദോമിലെയും ഗൊമോരയിലെയും ജനങ്ങൾക്ക് സമമായി ഈ ദൂതന്മാരും, പാപം ചെയ്ത ദൂതന്മാരും അന്യജഡം മോഹിച്ചു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ജഡവാസം ചെയ്യാത്ത ദേവന്റെ ആത്മാവുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അവർക്ക് അങ്ങനെ പറയാനേ അറിയത്തുള്ളൂ. ദാനിയേൽ പ്രവചനം 2:11 യോസേഫിന്റെ മേൽ വ്യാപരിച്ച ആത്മശക്തിയെക്കുറിച്ചാണ് ഇവർ പറയുന്നത്. അവർക്ക് അങ്ങനെ അറിയത്തുള്ളൂ. ഇവന്റെ മേൽ വ്യാപരിക്കുന്നത്, ഈ മഹാകാര്യങ്ങളൊക്കെ വെളിപ്പെട്ട് കിട്ടുന്ന ഇവന്റെ മേൽ വ്യാപരിക്കുന്നത് ജഡവാസം ചെയ്യാത്ത ദേവന്റെ ആത്മാവാണ്. അവർക്ക് അങ്ങനെ പറയാൻ അറിയത്തുള്ളൂ. നമുക്കറിയാം, പരിശുദ്ധാത്മാവാണ് അദ്ദേഹത്തിന്റെ മേൽ വ്യാപരിച്ചത്. പരിശുദ്ധാത്മാവ് ജഡത്തിൽ വസിക്കത്തില്ല, ജഡികന്മാരിലും വസിക്കത്തില്ല. വിശുദ്ധിയോടെ ജീവിക്കുന്ന ദൈവകുഞ്ഞുങ്ങളുടെ ആത്മാവിലാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത്. നോക്കൂ, അപ്പോ ഈ ദൂതന്മാരെ കുറിച്ച് പറയുന്നു, സോദോമിലെ ജനങ്ങളെ പോലെ ഇവരും അന്യജഡം മോഹിച്ചു. ആണോടാണ് അപലക്ഷണമായത് പ്രവർത്തിച്ച അന്യജഡം മോഹിച്ച സോദോമ്യരുടെ പാപങ്ങൾക്ക് തുല്യമായിട്ടാണ് ദൂതന്മാരും ചെയ്തതെന്ന് അവിടെ പറയും. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 9-ാം വാക്യം നോക്കൂ, ഒന്നുകൂടെ തെളിയിക്കാം. എന്നാൽ പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, എഫേസ്യ ലേഖനമാണ് നാം പഠിക്കുന്നത്. പക്ഷെ അതിൽ പറഞ്ഞിരിക്കുന്ന വാഴ്ചകളെക്കുറിച്ച്, അധികാരങ്ങളെക്കുറിച്ച്, അന്ധകാര ലോകത്തിന്റെ അധിപതികളെക്കുറിച്ച് വ്യക്തമാക്കണമെങ്കിൽ പ്രൈസ് ദി ലോർഡ് ഇതര വേദഭാഗങ്ങൾ നാം മനസ്സിലാക്കിയേ മതിയാവും. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുന്നതായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതേത് കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്? ഒരിക്കൽ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്ന ഒരു സംഭവമാണിത്. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, യഥാർത്ഥത്തിൽ ഇതെന്താണ്. പലരും, പല തിയോളജിസ്റ്റുകളും പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ എന്റെ അന്തരാത്മാവിന് അതങ്ങോട്ട് തൃപ്തിയായാലും ഒരു ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നൊരു വെളിപ്പാടാണ് ഞാൻ പ്രിയപ്പെട്ടവരോട് പറയുന്നത്. അവൻ സ്വർഗത്തിലെ ദൈവം മോശയെ വിളിച്ച് വേർതിരിച്ചിട്ട് പറഞ്ഞു, നീ ഈ ജനത്തെ വാഗ്ദത്ത ദേശത്ത് കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ വാഗ്ദത്ത ദേശത്തിന്റെ അതിരിങ്കിലെത്തിയപ്പോൾ സ്വർഗത്തിലെ ദൈവം മോശയോട് പറഞ്ഞു, നീ അക്കരെ കയറത്തില്ല, പിസ്ഗായുടെ മുകളിൽ കയറി നിന്ന് അത് കണ്ട് കണ്ണടച്ചോണം. പ്രൈസ് ദി ലോർഡ്. അത് ആവർത്തന പുസ്തകം 3-ാം അധ്യായത്തിന്റെ 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് കാണാം. മോശ കെഞ്ചുകയാ ദൈവത്തോട്. 25-ാം വാക്യം 3:25, അവിടെ പോയി ആ നല്ല ദേശം ഞാൻ ഒന്ന് കണ്ടുകൊള്ളട്ടെ. കെഞ്ചി പറയാ. അതിന്റെ മറുപടി കാർക്കശ്യം 8 നിറഞ്ഞതായിരുന്നു. 26-ാം വാക്യം, ഇനി ആ കാര്യത്തെക്കുറിച്ച് മിണ്ടിപ്പോകരുത്. ഷടം, ഇനി ആ കാര്യത്തെക്കുറിച്ച് നീ മിണ്ടിപ്പോകരുത്. എന്താ കാര്യം? ഇവന്റെ ചാർജ് ചെയ്യപ്പെട്ട കേസ് വേറെയാ. എന്താ അത്? പുത്രന്റെ നേരെ കയ്യോങ്ങി. ഒരിക്കൽ ഈ സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ 20-7 മുതൽ 12 വരെ വായിക്കുമ്പോൾ കാണാം, ഇവർക്ക് വെള്ളമില്ലാതെ ബുദ്ധിമുട്ടിയപ്പോൾ ദൈവം പറഞ്ഞു, പാറയോട് കൽപ്പിക്ക്, വെള്ളം തരും. 7-ാം വാക്യം 20-7, പാറയോട് കൽപ്പിച്ചാൽ മതി എന്നാ പറഞ്ഞ്. പക്ഷേ 11-ാം വാക്യം നോക്കൂ, മോശ കൈ ഉയർത്തി വടികൊണ്ട് പാറയെ 2 വട്ടം അടിച്ചു. അടിക്കാനൊന്നും പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ദേ ചെയ്യാൻ പറഞ്ഞ് ചെയ്താൽ മതി. ചെയ്യാൻ പാടില്ലാത്തൊന്നും കയറി ചെയ്തിട്ട് ഹല്ലേലൂയ അങ്ങനെ പറ്റിയെന്നൊന്നും പറയരുത്. ദൈവത്തിന് സ്തോത്രം. അത് കണ്ടപ്പോൾ 12-ാം വാക്യം ദൈവം പറഞ്ഞു, വെള്ളമൊക്കെ കിട്ടി, പക്ഷെ നീ അവിടെ പോകത്തില്ലെന്ന് പറഞ്ഞു. അതെന്താ ഒരു പാറയെ അടിച്ചത് ഇത്ര വലിയ കുറ്റമാണോ? 1 കൊരിന്ത്യർ ലേഖനത്തിലാണ് മറുപടി കിടക്കുന്നത്. 10:4, അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. ആമേൻ. 1 കൊരിന്ത്യർ 10:4. അങ്ങനെയാണെങ്കിൽ ചാർജ് ചെയ്യപ്പെട്ട കേസ് ദൈവപുത്രന്റെ നേരെ കയ്യോങ്ങി എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്ത ദേശത്തിന്റെ അതിരിലെത്തി.
ദൈവം പറഞ്ഞു, കുഞ്ഞെ, യോർദാന്റെ ഇക്കരെ ഉള്ള ആ മോവാബ് സമഭൂമിയിൽ വന്നപ്പോൾ അവിടെയുള്ള പർവ്വതം പിസ്ഗ, ആ കൊടുപടിയുടെ മുകളിൽ കയറിയിട്ട് അങ്ങ് നോക്കിക്കോ, ആമേൻ കനാൻ ദേശം കണ്ട് നീ കണ്ണടച്ചോണം, നീ അവിടെ പോകത്തില്ല. ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ ഖണ്ഡിതവും ഉണ്ട് കേട്ടോ. അങ്ങനെ തന്നെ സംഭവിച്ചു. മോശ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി പോകുമ്പോൾ ആവർത്തന പുസ്തകം 34-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഈ സംഭവം കാണാം. ആവർത്തന പുസ്തകം 34-ന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. മോശയോട് ദൈവം ഇത് പറഞ്ഞത് താഴെ നിൽക്കുന്ന 30 ലക്ഷം ജനങ്ങളിൽ ആരും അറിഞ്ഞിട്ടില്ല. മോശ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറുമ്പോൾ താൻ മരിക്കാനാണ് പോകുന്നതെന്ന് കൂടെ നിൽക്കുന്നവരാർക്കും അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. പർവ്വതത്തിന്റെ മുകളിൽ കയറി ആ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം ദൈവനെ കാണിച്ചു. മോശ അവിടെ വെച്ച് പ്രാണനെ വിട്ടു. പ്രിയരെ, മോശ മിസ്രൈമിൽ വെച്ച് മരിച്ചിരുന്നെങ്കിൽ രാജ്യം ദുഃഖാചരണം പ്രഖ്യാപിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവന്റെ പേരിൽ മിസ്രൈമിൽ നിന്നൊരു പിരമിഡ് ഉണ്ടാകുമായിരുന്നു. മിസ്രൈമിലെ പ്രധാന പുരോഹിതൻ ആർച്ച് ബിഷപ്പ് അവനെ അടക്കുമായിരുന്നു. പക്ഷെ നോക്കൂ, മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ദൈവജനത്തോടുകൂടി കഷ്ടം സഹിക്കുന്നത് വലിയ നന്മയെന്നെണ്ണിയ മോശയുടെ മൃതശരീരം ഇതാ പിസ്ഗയുടെ മുകളിൽ കിടക്കുന്നു. കുറച്ചു കഴിയുമ്പോൾ ദുർഗന്ധം ഉയരാൻ തുടങ്ങും. നായും നരിയും അടുത്തെത്തും. കഴുകൻ കൊത്തിക്കീറും. കർത്താവേ, അങ്ങയുടെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ചവന്റെ അന്ത്യം ഇത്രമാത്രം ദയനീയമായി പോയോ? പ്രിയരെ, ആർച്ച് ബിഷോപ്പല്ല, ആർച്ച് ഏഞ്ചൽ, പ്രൈസ് ദി ലോർഡ്, പ്രധാന ദൂതനായ മിഖായേലിനെ സ്വർഗ്ഗത്തിലേക്ക് നിയോഗിച്ചയച്ചു. അതെ കുഞ്ഞെ, ദൈവമാണ് നിന്നെ വിളിച്ചിറക്കിയതെങ്കിൽ നിന്റെ അവസാന ശുശ്രൂഷയെക്കുറിച്ച് വരെ എന്റെ ദൈവത്തിന് ഉത്തരവാദിത്വമുണ്ട്. ആമേൻ. പ്രധാന ദൂതനായ മിഖായേൽ മൃതദേഹം സംസ്കരിക്കാൻ തുടങ്ങുമ്പോൾ അന്യജടം മോഹിക്കുന്നവൻ അടുത്തു വന്നിട്ട് മോശയുടെ ശരീരത്തെക്കുറിച്ച് തർക്കിച്ചു വാദിക്കാൻ തുടങ്ങി. നിങ്ങൾ സ്വർഗീയന്മാർ ഇന്നുവരെ ആരെങ്കിലും അടക്കിയിട്ടുണ്ടോ? തന്നെയല്ല, ഇങ്ങനെ ഒരു അന്ത്യശുശ്രൂഷ കൊടുക്കാൻ ഇവനെന്താ യോഗ്യത? ഇവൻ ദൈവപുത്രന്റെ നേരെ കയ്യോങ്ങിയവനല്ലേ? ദൈവം തന്റെ വിരൽ കൊണ്ടെഴുതിയ കൽപ്പലക അടിച്ചു പൊട്ടിച്ചു കളഞ്ഞവനല്ലേ? ഒറ്റ ചവിട്ടിന് ഒരുത്തനെ കൊന്ന് കുഴിച്ചിട്ടവനല്ലേ? ഇത്ര ശ്രേഷ്ഠമായ ഒരു അന്ത്യശുശ്രൂഷ ഇവന് കൊടുക്കാൻ എന്ന കാര്യം? ഞാൻ നേരം മോശയുടെ ശരീരത്തെക്കുറിച്ച് തർക്കിച്ചു വാദിച്ചു. മിഖായേൽ അവനെ ശാസിച്ചു മാറ്റിയ ശേഷം മോശയുടെ മൃതദേഹം സംസ്കരിച്ചു. ദൂതൻ സംസ്കരിച്ചതുകൊണ്ട് ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാർ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും മോശ അടക്കിയത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി ഏതെങ്കിലും കാരണവശാൽ മിഖായേൽ ഈ സാത്താൻ പറഞ്ഞതുപോലെ എന്തായാലും മരിച്ചു, ഇത് കഴിയുമ്പോൾ മണ്ണോട് മണ്ണായി ചേരാനുള്ളതാണ്, എന്ന വ്യാജം നിനക്ക് ഇനി ഞാൻ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അന്യജടം മോഹിക്കുന്ന അധോലോകത്തിന്റെ ആത്മാവ് മോശയുടെ ശരീരത്തിൽ കിടക്കും. മോശ കാലൂന്നി എഴുന്നേൽക്കും, താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെല്ലും. ജനമാരെ കാണും, മോശയെ കാണും. യഥാർത്ഥത്തിൽ ഇവരിൽ വ്യാപരിക്കേണ്ട ആരാണ്? അധോലോകത്തിന്റെ ആത്മാവ്. ജനത്തെ എങ്ങോട്ട് നടത്തും? മിസ്രൈമിലേക്ക് നടത്തും, നാശത്തിലേക്ക് നടത്തും, ഒടുവിൽ നരകത്തിലെത്തിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേക നടത്തിപ്പുകാരുടെ മേൽ അധോലോകത്തിന്റെ ആത്മശക്തി വ്യാപരിച്ച് ജനലക്ഷങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ദൈവജനത്തെ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അധോലോകത്തിന്റെ ആത്മശക്തി അന്യജടം മോഹിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ ചിത്രം ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാം. 6-ാം അധ്യായത്തിന്റെ 2, 3, 4 വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 2-ാം വാക്യം. ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ചേവരെയും ഭാര്യമാരായി എടുത്തു. 4-ാം വാക്യം കൂടെ നോക്കൂ. അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാരുണ്ടായിരുന്നു. അതിന്റെ ശേഷവും, ആ വാക്കുകൾ ശ്രദ്ധിക്കണം, അതിന്റെ ശേഷവും ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു. ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ, കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ. ഇവിടെ ഈ വീരന്മാർ, കീർത്തിപ്പെട്ട പുരുഷന്മാർ എന്ന് കൊടുത്തിരിക്കുന്ന സ്ഥാനത്ത് മല്ലന്മാർ, നെഫിലീം, ജെയിംസ് എന്നൊക്കെയാണ് മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യന്റെ പുത്രിമാരെ ഭാര്യമാരായി എടുത്തു. അങ്ങനെ സന്തതി ഉണ്ടായി. അവരാണ് നെഫിലീം, ജെയിംസ്, അതെ മല്ലന്മാരെന്ന് പറയും.
ഇത് ഈ ദൈവത്തിന്റെ പുത്രന്മാർ ആരാണ്? പ്രിയരെ, പാപം ചെയ്ത ദൂതന്മാരെ കുറിച്ചാണ് ദൈവത്തിന്റെ പുത്രന്മാരെന്ന് പറയുന്നത്. തിരുവെഴുത്തിൽ 7 പ്രാവശ്യം ദൂതന്മാരെ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിച്ചിട്ടുണ്ട്. തിരുവെഴുത്തിൽ 7 പ്രാവശ്യം. ഞാൻ ആ റെഫറൻസ് ഒന്ന് പറയാം, നിങ്ങളുടെ പ്രസംഗക്കുറിപ്പായി നോട്ട് ചെയ്യാമല്ലോ. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം, 2-ാം അധ്യായം 1-ാം വാക്യം, 38-ാം അധ്യായം 6-ാം വാക്യം. ഞാൻ ഒന്നുകൂടെ പറയാം. യോബ് 1:6, 2:1, 38:6. ഇനി സങ്കീർത്തനങ്ങൾ. സങ്കീർത്തനം 29:1, 89-ാം സങ്കീർത്തനം 6-ാം വാക്യം. പിന്നെ നമ്മളിവിടെ വായിച്ച ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 2-4 വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. നോക്കാം. 6:4 നോക്കൂ. അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാരുണ്ടായിരുന്നു. ഈ മല്ലന്മാരെങ്ങനെ ഉണ്ടായതാണെന്ന് പറഞ്ഞത്? ദൈവത്തിന്റെ പുത്രന്മാർ, ദൂതന്മാർ മനുഷ്യന്റെ പുത്രിമാരെ പ്രാപിച്ചിട്ട് ഉണ്ടായതാണെന്നാണ് ഇവിടെ നാം വായിച്ചത്. ഈ 6:4 പറയുന്നു, അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാരുണ്ടായിരുന്നു. ഏത് കാലത്ത്? നോഹയുടെ കാലത്ത്. പ്രൈസ് ദി ലോർഡ്. ഈ സംഭവം നടക്കുന്നത് നോഹയുടെ കാലത്തിന് തൊട്ടു മുമ്പാണ്. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി 6:4 ഒന്നുകൂടെ നോക്കൂ. അതിന്റെ ശേഷവും ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു. അങ്ങനെയാണെങ്കിൽ അവൻ നോഹയുടെ കാലത്തെ പ്രളയത്തിന് ശേഷവും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അവൻ ശേത്തിന്റെ പുത്രന്മാരെ കുറിച്ചാണ് ഈ പറയുന്നതെന്ന് ഒരു വിഭാഗം വേദപണ്ഡിതാക്കൾ അഭിപ്രായപ്പെടുന്നു. ഈ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് പറഞ്ഞത് ശേത്തിന്റെ പുത്രന്മാരാണെന്നും, അതെ, മനുഷ്യന്റെ പുത്രിമാരെന്ന് പറഞ്ഞത് കയീന്റെ പുത്രിമാരെ കുറിച്ചാണെന്നും ഒരു കൂട്ടർ വായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇവർ പറയുന്നതിന് ഒരു ആധാരമായിട്ടൊരു സംഭവമുണ്ട്. യേശു പറഞ്ഞ ഒരു വസ്തുതയാണ്. മത്തായിയുടെ സുവിശേഷം 22:29-30 വാക്യങ്ങളിൽ യേശു കർത്താവ് പറയുന്നു, ദൈവത്തിന്റെ വിശുദ്ധ ദൂതന്മാർ, ആ പ്രയോഗം ശ്രദ്ധിച്ച്, പാപം ചെയ്ത ദൂതന്മാരല്ല, വിശുദ്ധ ദൂതന്മാർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നതുമില്ല. ആമേൻ. നമ്മളത് തീർത്തും അംഗീകരിക്കുന്ന വസ്തുതയാണ്. എന്നാൽ ഇവിടെ പറഞ്ഞത് പാപം ചെയ്ത ദൂതന്മാരെ കുറിച്ചാണ്. ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ആമേൻ. പാപം ചെയ്തവൻ എന്ത് മ്ലേച്ഛതയ്ക്കും തയ്യാറാകും. ആ കാര്യം നമുക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല. ആമേൻ. ശേത്തിന്റെ മക്കളാണെന്ന് പറയാൻ പറ്റത്തില്ല. എന്താ കാര്യം? നോഹയുടെ കാലത്തെ പ്രളയത്തിൽ നോഹയുടെ മക്കളല്ലാതെ മറ്റാരും പിന്നെ ശേഷിച്ചില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ശേത്തിന്റെ വംശത്തിൽപ്പെട്ടവരാരും പിന്നെ നോഹയുടെ കാലത്തെ പ്രളയത്തോടുകൂടെ നശിച്ചില്ലേ? പിന്നീടുണ്ടായത് നോഹയുടെ മക്കൾ മാത്രമല്ലേ? എന്നാൽ പ്രളയത്തിന് ശേഷവും തിരുവെഴുത്തിൽ ഈ കൂട്ടരെ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ദേശം ഒറ്റുനോക്കാൻ പോയ ഇസ്രായേലിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. സംഖ്യാപുസ്തകം 13:33. സംഖ്യാപുസ്തകം 13:33. ഇവരവിടെ ചെന്നപ്പോൾ, എസ്കോൾ താഴ്വരെ ചെന്നപ്പോൾ പറയാണ്, അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനേക മല്ലന്മാരെ കണ്ടു. ഏതാണ് ഈ മല്ലൻ? ജെയിംസ്. പ്രൈസ് ദി ലോർഡ്. നെബിലീം. മല്ലന്മാരുടെ സന്തതികളായ അനാക്യ മല്ലന്മാരെയും കണ്ടു. ഞങ്ങൾക്ക് തന്നെ അവരുടെ മുമ്പിൽ ഞങ്ങൾക്ക് തന്നെ വെട്ടുക്കിളിയെ പോലെ തോന്നി. ശരിയാണ്. ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ശരീരപ്രവൃത്തി വെച്ച് നോക്കിയാൽ ഏറ്റവും കരുത്താർജിച്ചവർ, പ്രൈസ് ദി ലോർഡ്, യഹൂദരാണ്. അവരാണ് പറയുന്നത്. അവരുടെ 12 പ്രഭുക്കന്മാരെ അവിടോട്ട് അയച്ചത് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഞാഞ്ഞൂലൊന്നുമല്ല, ഏറ്റവും കരുത്തന്മാരാണ് പോയത്. അവരാണ് പറയുന്നത്, ഈ മല്ലന്മാരുടെ സന്തതികളായ അലാക്യ മല്ലന്മാരുടെ മുമ്പിൽ ഞങ്ങൾ വെട്ടുക്കിളിയെ പോലെ തോന്നും. പ്രൈസ് ദി ലോർഡ്. ഭീമാകാരന്മാരായ മനുഷ്യരുടെ ശരീരഭാഗങ്ങൾ ഈ അടുത്ത കാലത്തും പുരാവസ്തു ഗവേഷകർ കണ്ടെടുത്തിട്ടുണ്ട്. ആവർത്തന പുസ്തകത്തിൽ ഇങ്ങനെ ഒരാളിനെ കുറിച്ച് പറയുന്നു. ഇസ്രായേൽ ജനം തോൽപ്പിച്ച ഓഗിനെ കുറിച്ച് പറയുന്നു. ആവർത്തന പുസ്തകം 3:11. ബാശാൻ രാജാവായ ഓഗ് മാത്രമേ മല്ലന്മാരിൽ ശേഷിച്ചിരുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ നോഹയുടെ കാലത്തിനൊക്കെ ശേഷം ഇസ്രായേൽ രാഷ്ട്രമായി രൂപപ്പെടുന്നതിന്റെ തൊട്ടടുത്തുള്ള കാര്യമാണ് ഈ പറയുന്നത്. ബാശാൻ രാജാവായ ഓഗ് മല്ലന്മാരിൽപ്പെട്ടവനായിരുന്നു. ഇരുമ്പ് കൊണ്ടുള്ള അവന്റെ മഞ്ചം അമ്മോന്യ നഗരമായ രബ്ബയിലുണ്ടല്ലോ. കട്ടില് ഈ തടി കൊണ്ടുണ്ടാക്കിയ കട്ടിലൊന്നും ഇവന് കിടക്കാനൊക്കത്തില്ല. ഇരുമ്പ് കൊണ്ടുള്ള മഞ്ചം അവിടെ ഉണ്ടല്ലോ. അതിന്റെ നീളം നോക്ക്, പുരുഷന്റെ കൈക്ക് 9 മുഴം, വീതിയോ 4 മുഴം. ഈ 9 മുഴമെന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഞങ്ങൾക്കൊക്കെ മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. 9 മുഴമെന്ന് പറഞ്ഞാൽ 13.5 അടി നീളമാണ് ഈ കട്ടിലിന്. നമ്മുടെ കട്ടിലിന് എത്ര? 6 അടി. ഇപ്പൊ കുറച്ചുകൂടെ 7 ആക്കിയിട്ടുണ്ട്. 13 അടി നീളം, 4 മുഴം വീതി എന്ന് പറഞ്ഞാൽ 6 അടി വീതി. എന്തുകൊണ്ട് പുള്ളി?
പൈസലോ ഇവനെ കണ്ടപ്പം അവരുടെ മുമ്പിൽ ഈ അഞ്ചടി വെള്ളവും വെട്ടുകിളി എന്ന് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ലല്ലോ, തെറ്റൊന്നുമല്ല. ദൈവത്തിന്റെ സ്തോത്രം. ഇരുമ്പ് കൊണ്ടുള്ള മഞ്ചം ഓഗിനെ ഇസ്രായേൽ തോൽപ്പിച്ചതാണ്, കൊന്നുകളഞ്ഞതാണ്. ഇനി നോക്കൂ, ഇവരെ കുറിച്ച് പറയുന്നത് ഉൽപ്പത്തി 6:4 എന്താണ് പറഞ്ഞത്? ഇവരെ കീർത്തിപ്പെട്ട പുരുഷന്മാർ എന്നാണ് വിളിച്ചിരിക്കുന്നത്. എന്താ ഈ കീർത്തിപ്പെട്ട പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ? ഏതെങ്കിലും അസാധ്യമായ കാര്യങ്ങൾ ചെയ്യുന്നവരെ കീർത്തിമാന്മാരായ വ്യക്തികളെന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കീർത്തിപ്പെട്ട വേദശാസ്ത്രിയുടെ അഭിപ്രായത്തിൽ ബാബേൽ ഗോപുരം നിർമ്മിക്കുന്നതിലൂടെ കീർത്തിപ്പെട്ട പുരുഷനായിരുന്നു നിമ്രോദ്. പ്രൈസ് ദി ലോർഡ്. അവൻ ഈ കൂട്ടത്തിൽപ്പെട്ടതാ. പ്രൈസ് ദി ലോർഡ്. ആകാശത്തോളം എത്തുന്ന ഗോപുരം പണിത നിമ്രോദ് ഈ കൂട്ടത്തിൽപ്പെട്ടവനായിരുന്നു. 481 അടി ഉയരമുള്ള പിരമിഡിന്റെ മുകളിൽ 80 ടൺ തൂക്കമുള്ള ഒറ്റ കല്ല് യന്ത്രസഹായമില്ലാതെ എടുത്തുവെച്ച് നിർമ്മിക്കുന്നതിലൂടെ കീർത്തിപ്പെട്ട പുരുഷന്മാർ. പ്രൈസ് ദി ലോർഡ്. യാതൊരു യന്ത്രസഹായമില്ല അന്ന്. പക്ഷെ ഈ 80 ടൺ തൂക്കമുള്ള കല്ല്, ഒറ്റ കല്ലിന്റെ തൂക്കമാണ് പറഞ്ഞത്, അത് 481 അടി ഉയരത്തിൽ എടുത്തു വെച്ചത് ആരാണ്? ആരായാലും അവൻ കീർത്തിപ്പെട്ടവൻ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കൂ. ആദമിന് ശേഷം നോഹ വരെയുള്ള കാലം നോക്കിയാൽ മനുഷ്യരിടയിൽ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കാൻ എന്തെങ്കിലും യോഗ്യത ഉണ്ടെങ്കിൽ അത് 4 പേർക്കാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. ആദമിന് ശേഷം, ആദമിനെ ദൈവത്തിന്റെ പുത്രൻ എന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വിളിക്കുന്നുണ്ട്. ആദം ദൈവത്തിന്റെ മകൻ, 3 ഒടുവിലത്തെ വാക്യം. ആദമിന് ശേഷം നോഹ വരെയുള്ള കാലം നോക്കിയാൽ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കാൻ യോഗ്യതയുള്ള 4 പേരുണ്ട്. ആരൊക്കെയാണ്? 1 ഹാബേലാണ്, 2 ഏനോശാണ്, 3 ഹാനോക്കാണ്, 4 നോഹയാണ്. ഇവരെ പോലെ യോഗ്യതയുള്ള വേറെ ആരുമില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? ഹാബേല് ആരാധനയിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചവനാണ്. ഏനോശിന്റെ കാലത്താണ് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങിയത്. ഹാനോക്കോ ദൈവത്തോടുകൂടെ നടന്നവനാണ്, ദൈവം എടുത്തുകൊണ്ട് പോയവനാണ്. പ്രൈസ് ദി ലോർഡ്. നോഹ യഹോവയുടെ കൃപ ലഭിച്ചവനാണ്, ആ തലമുറയിൽ നീതിമാനായിരുന്നു. ഇവരെല്ലാം ശേത്തിന്റെ സന്തതികളുമാണ്. പക്ഷെ ഇവരെ പോലും തിരുവെഴുത്തിൽ ഒരിടത്തും ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിച്ചിട്ടില്ല. അതെ, കീർത്തിപ്പെട്ട പുരുഷന്മാർ, ദൈവപുത്രന്മാർ, മല്ലന്മാർ, ജൈൻസ്, നെഫിലീം എന്നൊക്കെ വിളിക്കുന്നത് ദൂതന്മാർ മനുഷ്യന്റെ പുത്രിമാരെ പ്രാപിച്ചിട്ട് ജനിപ്പിച്ച മക്കളാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഇവിടെ ഒരു തർക്കം വരും. ദൂതന് ശരീരമില്ലല്ലോ, അവൻ ആത്മരൂപിയല്ലേ. മനുഷ്യന്റെ പുത്രി ആരാണ്? അവൾ ജഡത്തിലുള്ളതാണ്. ആത്മരൂപിയായ ദൂതൻ എങ്ങനെ ജഡത്തിലുള്ള മനുഷ്യന്റെ പുത്രിയെ പ്രാപിക്കണമെങ്കിൽ അതിന് അവനൊരു ശരീരം കൂടിയേ മതിയാവും. അതുകൊണ്ട് അവൻ ശരീരം മോഹിക്കുന്നു. ഏതെങ്കിലും വ്യക്തികളുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് ദുരാത്മശക്തികൾ, ഈ ശക്തികൾ തങ്ങളുടെ ഇംഗിതം അവരിലൂടെ നിർവഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അതിന്റെ ശേഷവും അങ്ങനെ സംഭവിച്ചെന്നാണ് ഉൽപ്പത്തി 6:4 പറയുന്നത്. അവരിന്നും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പല തിയോളജിസ്റ്റുകളും അംഗീകരിക്കത്തില്ല. പക്ഷെ ഹൈന്ദവ സഹോദരങ്ങൾ അംഗീകരിക്കും. അവർ പറയും ഗന്ധർവം കൂടിയതാന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. അതെ, ഈ അധോലോകത്തിന്റെ ആത്മശക്തികൾ ജഡം മോഹിക്കുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പൗലോസ് തീർത്ത് പറഞ്ഞത്, ആകയാൽ സ്ത്രീക്ക് ദൂതൻ മുഖാന്തരം തലമേൽ അധീനതാ ലക്ഷ്യം ഉണ്ടാകണം. മനസ്സിലായോ? ഉപദേശ നിമിത്തം നീ തലയെ തുണിയിടണമെന്നല്ല പറഞ്ഞത്. സ്ത്രീക്ക് 1 കൊരിന്ത്യർ 11:10 ആകയാൽ സ്ത്രീക്ക് ദൂതൻ മുഖാന്തരം തലമേൽ അധീനതാ ലക്ഷ്യമുണ്ടായിരിക്കണം. എന്താ അധീനതാ ലക്ഷ്യം? നീ ക്രിസ്തു എന്ന ഏകപുരുഷന്റെ വകയാണെന്നുള്ള, ഏകപുരുഷൻ അധീനപ്പെട്ടതാണെന്നുള്ള ലക്ഷ്യമാണ്. ആമേൻ. ഈ മൂടുപടമൊക്കെ മാറി ഇന്ന് ക്ഷോമപടമായി മാറിയിരിക്കുക. മൂടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മൂടിയിട്ടുണ്ട്, കാണാമെന്ന് ചോദിച്ചാൽ ചൊവ്വ കാണാം. കേസല്ലോ. വേദിയിൽ നിന്ന് പ്രസംഗിക്കപ്പോഴും പല സ്ത്രീകളും മൂടുപടം ഇടുന്നില്ല. എന്തൊരു കഷ്ടമാണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു എന്ന ഏകപുരുഷന് അധീനപ്പെട്ട വ്യക്തിയാണ് നീയെങ്കിൽ നിന്റെ ശരീരം
ദുഷ്ടൻ മോഹിക്കത്തില്ല, ദുഷ്ടൻ തൊടത്തില്ല. സ്തോത്രം. ദുരാത്മശക്തിക്ക് അധീനപ്പെട്ട സ്ത്രീകൾ മ്ലേച്ഛമായ ജീവിതം നയിച്ചുകൊണ്ടേയിരിക്കും. എത്ര ഉപദേശം കേട്ടാലും, എന്തൊക്കെ സംഭവിച്ചാലും, എത്ര പ്രാവശ്യം തൊണ്ടി സഹിതം പിടിച്ചാലും ഇവരത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. പ്രിയരെ, നമുക്ക് ശക്തിയുണ്ട്, അല്ലെ? നമ്മുടെ ശരീരത്തിൽ ശക്തിയുണ്ട്. നമ്മുടെ ശക്തി കൊണ്ട് നമുക്ക് പലതും ചെയ്യാൻ കഴിയും. പക്ഷെ അതിനൊക്കെ പരിധിയുണ്ട്, പരിമിതിയുണ്ട്. കൈയടിക്കാൻ കഴിയും, പക്ഷെ കുറച്ചു നേരം അടിച്ചു കഴിയുമ്പോൾ കൈ കഴിക്കും, അല്ലേ? പ്രാർത്ഥിക്കാൻ കഴിയും, കുറെ നേരം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ വാക്കുകൾ തീരും, ഇല്ലേ? ഉണർന്നിരിക്കാൻ കഴിയും, പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോഴോ ഉറങ്ങിപ്പോവും. പൈസലോ. പക്ഷേ ഒരാത്മശക്തിയുടെ വ്യാപാരം ഒരു വ്യക്തിയുടെ മേലുണ്ടെങ്കിൽ പൈസലോ, അവന് പിന്നെ പരിധിയില്ല, പരിമിതിയില്ല. അവന്റെ ക്വാളിറ്റി മാറും, ക്വാണ്ടിറ്റി മാറും. നിന്റെ ശരീരത്തെ നീതിയുടെ ആയുധമായി ദൈവാത്മാവിന് സമർപ്പിച്ചാൽ നിന്നിലൂടെ വെളിപ്പെടുന്ന ശ്രേഷ്ഠമായ കാര്യങ്ങൾക്ക് പരിധിയില്ല, പരിമിതിയില്ല. അതിന്റെ ക്വാളിറ്റി മാറും, ക്വാണ്ടിറ്റി മാറും. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെയാണ് എന്റെയും ശരീരത്തെ, നിന്റെ അവയവങ്ങളെ അനീതിയുടെ ആയുധമായി ദുരാത്മശക്തിക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ, ദുരാത്മശക്തി വ്യാപരിച്ചാൽ പിന്നെ നമ്മിലൂടെ വെളിപ്പെടുന്ന മ്ലേച്ഛതയ്ക്ക് പരിധിയില്ല, പരിമിതിയില്ല. അതിന്റെ ക്വാളിറ്റിയും കൂടും, ക്വാണ്ടിറ്റിയും കൂടും. പ്രൈസ് ദി ലോർഡ്. തിമോത്തിയോസ് പറയുന്ന ഈ ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞ് ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഒത്തിരി പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നാം അറിയാത്തവരല്ലല്ലോ എന്നൊരു പ്രയോഗം കിടക്കും. ഇതിന്റെ അർത്ഥം നാം അറിയണം. പ്രിയരെ, ഈ അധോലോകത്തിന്റെ ആത്മശക്തിയെക്കുറിച്ച് നമുക്ക് അറിവുണ്ടാകണം, ഒരിക്കലും അനുഭവിക്കരുത്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെക്കുറിച്ച് അറിവ് പോരാ, നാം അനുഭവിച്ചിരിക്കണം. ഇതാണ് വ്യത്യാസം. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, നമ്മൾ ഈ കൂട്ടരെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. മാടൻ, മറുത, യക്ഷി, ഗന്ധർവൻ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ പുസ്തകം ഈ കൂട്ടരെ വിളിക്കുന്നത്, ഇവരുടെ തന്ത്രങ്ങളെ വിളിക്കുന്നത് മറ്റു ചില പേരുകളിലാണ്. തിമോത്തിയോസിന്റെ ലേഖനം എടുത്താട്ട് 2 തിമോത്തിയോസ് 1:7 നോക്കാം. 2 തിമോത്തിയോസ് 1:7. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. അങ്ങനെയെങ്കിൽ ദൈവം തന്ന ആത്മാവുമുണ്ട്, ദൈവം തരാതെ വന്നു കയറിയ ആത്മാവുമുണ്ട്. ദൈവം നമുക്ക് തന്ന ആത്മാവ് എങ്ങനെയുള്ളതാണ്? സ്നേഹത്തിന്റെ ആത്മാവാണ്, ശക്തിയുടെ ആത്മാവാണ്, സുബോധത്തിന്റെ ആത്മാവാണ് ദൈവം നമുക്ക് തന്നത്. ദൈവം തരാത്ത ഒരു ആത്മാവിനെ കുറിച്ച് പറയുകയാണ് ഭീരുത്വത്തിന്റെ ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. മക്കളെ, ദൈവം നമുക്ക് തന്നത് പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, സ്നേഹത്തിന്റെ ആത്മാവാണ്. ആത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നാ സ്നേഹം, കേട്ടോ. ഒന്നാമത്തേതാ സ്നേഹം. ആത്മാവിന്റെ നിർവൃതിയില്ല, പക്ഷെ ഈ ഫലമില്ലെങ്കിലും സ്നേഹമില്ലാത്ത ശുശ്രൂഷകളെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവ് അല്ല. പ്രൈസ് ദി ലോർഡ്. എന്താ നമുക്ക് ദൈവം തന്ന ആത്മാവ്? ശക്തിയുടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താ? മേൽക്കുമേൽ ബലം തരുന്ന ആത്മാവ്. എല്ലാവരും മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുവാനിടയായിത്തീരുന്നു എന്ന് പറഞ്ഞാൽ നിന്നെ നിത്യതയിൽ എത്തിക്കുന്നത് വരെ മേൽക്കുമേൽ ബലപ്പെടുത്തുന്ന. പുറമേ മനുഷ്യൻ ജയിച്ചോട്ടെ, അകമേയുള്ളവനെ മേൽക്കുമേൽ ബലപ്പെടുത്തി നിന്നെ നിത്യതയിൽ കൊണ്ടെത്തിക്കുന്നതാണ് ശക്തിയുടെ ആത്മാവ് ദൈവം തന്നത്. മൂന്നാമത്തെ കാര്യം നോക്ക്, സുബോധത്തിന്റെ ആത്മാവാണ്. എന്ന് പറഞ്ഞാൽ എന്താ? കുഞ്ഞെ, നിന്റെ തലയിലെ ശിരോവസ്ത്രം വീണാൽ അറിയും. ക്ഷമിക്കണം, എന്നോടാരും ഭാരപ്പെടരുത്. പലയിടങ്ങളിൽ ചെന്ന് നോക്കിയാൽ സഹോദരിമാരുടെ മുഴുവൻ വസ്ത്രവും പോയിട്ട് അറിയുന്നില്ല. പിന്നെ ഓരോരുത്തർ പുതപ്പ് കൊണ്ടൊക്കെ പുതപ്പിക്കാൻ നടക്കുക. ഏതാത്മാവാ? കർത്താവ് ചോദിക്കും, നീയൊക്കെ ഏതാത്മാവിന് അധീനരാ? സുബോധത്തിന്റെ ആത്മാവ്. ഈ സുബോധം എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും വേണോ? പ്രാർത്ഥനയിൽ സുബോധം വേണം, ആരാധനയിൽ സുബോധം വേണം, പ്രസംഗത്തിൽ സുബോധനം വേണം, പ്രബോധനത്തിൽ സുബോധം വേണം, സാക്ഷ്യത്തിൽ സുബോധം വേണം, നിന്റെ ഇരിപ്പിലും നടപ്പിലും കിടപ്പിലും സുബോധം വേണം. കാരണം നാം പ്രാപിച്ചിരിക്കുന്നത് സുബോധത്തിന്റെ ആത്മാവാണ്. ചിലരെ ഉപവാസ പ്രാർത്ഥനയുടെ അവസാനം ഭക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ് സമയം കൊടുത്താൽ ഇവൻ ഭൂലോകത്തിന്റെ 5 വൻകരയുള്ള സകലമാന വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 7 ദിവസം ഉപവസിച്ചിരുന്നവരുടെ മുമ്പിൽ ഈ പപ്സ് കൊണ്ട് വെച്ചിട്ടാണെന്ന് കൂടെ ഓർക്കണം. ദൈവത്തിന് സ്തോത്രം. കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം 5 വൻകരയിലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നീ കുടുംബത്തിലുള്ള വിഷയം പ്രാർത്ഥിക്കുക. അവരൊക്കെ ഉറങ്ങിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റിരുന്ന് രാത്രി മുഴുവനും നീ ദേശത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ സുബോധം വേണം. പ്രൈസ് ദി ലോർഡ്. പ്രസംഗത്തിൽ സുബോധം വേണം. അത് പ്രത്യേകം നമ്മൾ ഉപദേശിമാർ ശ്രദ്ധിക്കണം, കേട്ടോ. പ്രൈസ് ദി ലോർഡ്. എനിക്കിന്നാണ് ഞങ്ങളുടെ സണ്ണി സാറ്, ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി, എനിക്ക് കുറച്ച് ഏലക്ക എടുത്തത് പറഞ്ഞു പാസ് ചെയ്തിട്ട് ചവയ്ക്കണം. ഞങ്ങൾ ഒത്തിരി സഹിച്ചത്.
മനസ്സിലായോ? നമ്മൾ പ്രസംഗികളുടെ വായിൽ ദുർഗന്ധം ഉണ്ടാകും. കാരണം മറ്റൊന്നും ചിട്ട് ചവയ്ക്കുന്നില്ലല്ലോ, മുറുക്കാനും വീഴിയൊന്നും പറയും, അതിന്റെ നാറ്റമില്ലല്ലോ. അപ്പൊ എന്തുണ്ടാവും? ദുർഗന്ധമുണ്ടാവും. പ്രത്യേകിച്ച് കൂടുതൽ ഉപസിക്കുന്നവർക്കാണ് അങ്ങനെ സംഭവിക്കും. അന്നേരം നീ ഇല്ല പാവപ്പെട്ട സഹോദരി ആസ്മാരോഗിയെ പിടിച്ച് നിന്റെ മുമ്പിൽ കുനിച്ചു നിർത്തിയിട്ട് അങ്ങോട്ട് ഫലസിച്ചാൽ എന്ത് സംഭവിക്കും? അവരുടെ ശ്വാസം കൂടെ പോകും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ പ്രാർത്ഥനയിൽ സുബോധം വേണം, പ്രസംഗത്തിൽ സുബോധം വേണം, പ്രബോധനത്തിൽ സുബോധം വേണം. ഇന്ന് പലരുടെയും പ്രബോധനത്തിന് സമയം കൊടുത്താൽ പ്രബോധനം പ്രസംഗമായിട്ട് മാറും. ക്രൈസ്തവരോ സാക്ഷ്യത്തിന് സമയം കൊടുത്താൽ സാക്ഷ്യം പ്രാർത്ഥനയായിട്ട് മാറും. എന്റെ കുഞ്ഞെ ബോധമില്ല, ഒന്നിനും ബോധമില്ല. നമുക്ക് സുബോധം വേണം. എന്താ പ്രബോധനം? നിനക്ക് പൂർണ്ണമായി ബോധ്യമുള്ള വസ്തുത മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നതാണ് പ്രബോധനം. ഇത് പറഞ്ഞാൽ ബോധമുള്ളവർ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, നമ്മ ഇരിപ്പിലും നടപ്പിലും കിടപ്പിലും എന്റെ പൊന്നച്ച ഓരോന്ന് രാത്രി ഉറങ്ങാൻ കിടന്നാൽ ആ വഴിക്ക് അറിയാതെ പോലും പാലക്കത്തില്ല, ഒരു സുബോധവും ഇല്ല. ചിലത് ദേവദാസന്മാരുടെ മുമ്പിൽ വന്ന് ആരാധനയ്ക്കായി ഇരുന്നാൽ ഒരു സുബോധവും ഇല്ല. ഇരിപ്പിൽ വസ്ത്രമൊക്കെ താരചന്നം കെട്ടിക്കിടന്നാൽ അതൊന്നും അതിനെക്കുറിച്ച് ഒരു ഗ്രാഹ്യവും ഇല്ല. എന്താ കാര്യം? നിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവ് സുബോധത്തിൻ്റെതാണെങ്കിൽ എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കും. ഓക്കെ, ഇവിടെ തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നു, ദൈവം തരാത്ത ആത്മാവിനെ കുറിച്ച് പറയുന്നു. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് തന്നത്. അപ്പം ദൈവം തരാതെ വന്നു കയറുന്ന ഒരാത്മാവിന്റെ പേര് വെളിപ്പെടുന്നു കണ്ടോ? ഭീരുത്വത്തിന്റെ ആത്മാവ്. ഭയം മനുഷ്യ സഹജമാണ്, അല്ലേ? എല്ലാവർക്കും ഭയമുണ്ട്. ഒരിക്കലും ഒരാൾ പറഞ്ഞു, പേടിയുള്ളവരെല്ലാം വന്ന് എന്റെ വട്ടം നിന്നോളാൻ എന്ന് പറഞ്ഞാൽ ഇവനാണ് മുട്ടം പേടി. പേടിയുള്ളവളല്ലോ എന്റെ വട്ടം നിന്നോളാൻ. ദൈവത്തിന് സ്തോത്രം. ഒരു സംഭവം നമ്മൾ ഉത്തമഗീതത്തിൽ കാണാം. കൃത്യം വായിക്കണം നിങ്ങൾ. ഉത്തമഗീതം 3-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിൽ ശലോമോന്റെ പല്ലക്ക് കീറി വരിക. ശലോമോന്റെ പല്ലക്ക്, കരുത്തന്റെ പല്ലക്ക് കീറി വരിക. ആ പല്ലക്കിന് ചുറ്റുമെന്തുണ്ട്? ഇസ്രായേൽ വീരന്മാരിൽ 60 വീരന്മാർ നിൽക്കുന്നു അതിന്റെ ചുറ്റും. 8-ാം വാക്യം, അവരെല്ലാവരും വാളെടുത്ത യുദ്ധസമർത്ഥന്മാർ തന്നെ. എന്തിനാ വാളെടുത്തിരിക്കുന്നത്? അടുത്ത വാക്യം, രാത്രിയിലെ ഭയം നിമിത്തം ഓരോരുത്തൻ അരയ്ക്ക് വാൾ കെട്ടിയിരിക്കും. അകത്തിരിക്കുന്നവൻ പേടിച്ചായിരിക്കുന്നത്. അവനെ സംരക്ഷിക്കാൻ വേണ്ടിയാ ഈ 70 പേര് പുറത്ത് നിൽക്കുന്നത്, 60 വീരന്മാർ നിൽക്കുന്നത്. അവന്മാരെ അരക്കെന്നെ കെട്ടിരിക്കുന്ന വാളിന്. എന്തിനു വേണ്ടിയ വാള് കെട്ടിയിരിക്കുന്നത്? പേടിച്ചിട്ടാ. അപ്പൊ ഭയം മനുഷ്യ സഹജമാണ്. അതോ കേട്ടിട്ടുണ്ടോ? ഭയം എന്താണ്? മനുഷ്യ സഹജമാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, പരിധിയുണ്ട്, പരിമിതിയുണ്ട്. പരിധിയില്ലാതെ, പരിമിതിയില്ലാതെ ഹല്ലേലൂയ നിന്നെ ഭയം ഗ്രസിക്കുന്നെങ്കിൽ മനസ്സിലാക്കണം, ഇതിന്റെ പിന്നിൽ ഒരാത്മശക്തിയുടെ വ്യാപാരമുണ്ട്. അതാണ് ഭീരുത്വത്തിന്റെ ആത്മാവ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയി വരാൻ 2 മിനിറ്റ് താമസിച്ചാൽ അന്യഭാഷ പറയുന്ന അമ്മാമ്മ പറയും, രക്തം ജയം ടിപ്പറുള്ള വഴിയിലൂടെ. യേശു ചോദിക്കും, ഏതാത്മാവാ? ഏതാത്മാവ് കൊണ്ടാണ് നീ ഇത് പറഞ്ഞത്? എനിക്ക് ദൈവം തന്ന തലമുറയെ എന്റെ ദൈവം സംരക്ഷിക്കുന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ പറയുമോ ടിപ്പറ? നല്ലില്ല. യേശു ഇന്നും ചോദിക്കും, ഏതാത്മാവിനധീന? ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഏതാത്മാവാണത്? ഭീരുത്വത്തിന്റെ ആത്മാവാണ്. അതെ, പരിധിയില്ലാതെ, പരിമിതിയില്ലാതെ ഭയമരട്ടുന്നെങ്കിൽ അതിന്റെ പിന്നിൽ പിശാചിന്റെ ഒരു തന്ത്രമുണ്ട്. ഒരാത്മശക്തിയുടെ വ്യാപാരമുണ്ട്. അതാണ് ഭീരുത്വത്തിന്റെ ആത്മാവ്. രണ്ടാമത്തെ ഒരു സംഭവമുണ്ട്. രാജാക്കന്മാരുടെ പുസ്തകം എടുക്കുക. 1 രാജാക്കന്മാരുടെ പുസ്തകം 22-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ജെയിംസ് പാസ് ഒന്ന് വായിക്കാമോ? 1 രാജാക്കന്മാർ 22-ന്റെ 19 മുതൽ 22. അതിന് അവൻ പറഞ്ഞത്, എന്നാൽ നീ യഹോവയുടെ വചനം കേൾക്കാം. യഹോവ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമൊക്കെയും അവന്റെ അടുക്കൽ വലത്തും ഇടത്തും നിൽക്കുന്നത് ഞാൻ കണ്ടു. ആഹാബ് എന്ന ഗിലെയാദിനെ രാമോത്തിൽ വെച്ച് പട്ടുപോകത്തക്കവണ്ണം അവനെ ആർ വശീകരിക്കുമെന്ന് യഹോവ ചോദിച്ചതിന് ഒരുത്തൻ ഇങ്ങനെയും ഒരുത്തൻ അങ്ങനെയും പറഞ്ഞു. എന്നാൽ ഒരു ആത്മാവ് മുന്നോട്ട് വന്നു, യഹോവയുടെ സന്നിധിയിൽ നിന്നു, ഞാൻ അവനെ വശീകരിക്കുമെന്ന് പറഞ്ഞു. ഏതിനാണെന്ന് യഹോവ ചോദിച്ചതിന് അവൻ, ഞാൻ പുറപ്പെട്ട് അവന്റെ സകല പ്രവാചകന്മാരുടെയും വായിൽ ഭോഷ്കിന്റെ ആത്മാവായിരിക്കും എന്ന് പറഞ്ഞു. കണ്ടോ, ഒരാത്മാവ് കയറി വരുന്നത് കണ്ടോ? പേര് ഭോഷ്കിന്റെ ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. ഇതേ സംഭവം ഞാൻ പറയാം. ദൈവത്തിന്റെ കാര്യാലോചന സഭ, സ്വർഗത്തിലെ ദൈവത്തിന്റെ കാര്യാലോചന സഭയാണ്. യഹോവയായ ദൈവം തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. സ്വർഗത്തിലെ സൈന്യമൊക്കെയും അവന്റെ ഇടത്തും വലത്തുമായി നിൽക്കുന്നു. ഏതാണ് സ്വർഗത്തിലെ സൈന്യം? ദൂതന്മാരുണ്ട്, കെറൂബ്യന്മാരുണ്ട്, മൂപ്പന്മാരുണ്ട്, ജീവികളുണ്ട്, അദ്രിയേലുണ്ട്, ഊരിയേലുണ്ട്, ഗബ്രിയേലുണ്ട്. അങ്ങനെയുള്ളവരെല്ലാം അവന്റെ ചുറ്റും നിൽക്കുമ്പോൾ യഹോവയായ ദൈവം പറഞ്ഞു, ആഹാബ് ചാകണം. ആഹാബ് ചാകേണ്ട സമയമായിരിക്കും.
ചത്തോട്ടെ, അതിനെന്നാ പ്രശ്നം? പക്ഷെ ദൈവത്തിനൊരു നിർബന്ധം, ആഹാബ് മരിക്കുന്നെങ്കിൽ ഗിലെയാദിലെ രാമോത്തിൽ കിടന്ന് വേണം ചാകാൻ. പൈസലോ എവിടെ കിടന്ന് ചാകണം? ഗിലെയാദിലെ രാമോത്തിൽ കിടന്ന് ചാകണം. ആയെന്തിനാ തമ്പുരാനെ ഒരുത്തൻ ചാകണമെങ്കിൽ അവനെങ്കിൽ ചത്തോട്ടി വാശി പിടിക്കുന്ന എന്തിനാ? തമ്പുരാൻ പറയും, എന്റെ ദാസനായ എലീശ ഒരിക്കൽ മനസ്സുകൊണ്ട് പറഞ്ഞതാണ്, നാബോത്തിന്റെ രക്തം പട്ടി നക്കിയെടുത്ത് തന്നെ നിന്റെ രക്തവും വീഴും. പക്ഷെ കാലം കടന്നുപോയി, രാജ്യം വിഭജിക്കപ്പെട്ടു. ഇപ്പൊ രാമോത്ത് ശത്രു രാജ്യത്തായി പോയി. ദൈവത്തിന് സ്തോത്രം. ഇവൻ എവിടെ വീണ് മരിക്കണം? അവൻ ഗിലെയാദിലെ രാമോത്തിൽ തന്നെ വീണ് മരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവനെ അവിടെ എത്തിക്കണം. അതിനെന്താ മാർഗം? ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഒരുത്തൻ അങ്ങനെയും ഒരുത്തൻ ഇങ്ങനെ ഉത്തരം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നാണോ? അല്ല, അവരൊക്കെ ഓരോരോ അഭിപ്രായങ്ങൾ പറഞ്ഞു, ഓരോ വഴി പറഞ്ഞു. അപ്പോ ഇതൊന്നും ദൈവത്തിന് അങ്ങോട്ട് തൃപ്തിയായില്ല. എന്നാറെ ഒരാത്മാവ് മുൻപോട്ട് വന്നു. അങ്ങനെ എഴുതിയിരിക്കുന്നത് ദൈവാത്മാവ് മുന്നോട്ട് വന്നെന്നല്ല, ഒരാത്മാവ് മുൻപോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, കർത്താവേ ഞാൻ കാര്യമേറ്റു. എങ്ങനെയാന്ന് ചോദിച്ചപ്പോ ഉത്തരം പറഞ്ഞു, ഞാൻ അവന്റെ സകല ഉപദേശിമാരുടെയും പ്രവാചകന്മാരെ എന്ന് എഴുതിയിരിക്കുന്നത്. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിണങ്ങും, അതുകൊണ്ട് ആ മൊത്തത്തിൽ ചേർത്ത് ഉപദേശി എന്നാണ് പറഞ്ഞത്. ആ സകല ഉപദേശിമാരുടെയും വായിൽ ഭോഷ്കിന്റെ ആത്മാവായിരിക്കും. പൊളി പറയാത്തവരാരെങ്കിലും ഉണ്ടോ? അറിയാതെങ്കിലും നിങ്ങൾ ആരെങ്കിലും കൈ ഉയർത്തിയാൽ അങ്ങനെ നിങ്ങളെ കൊണ്ട് കള്ളം പറഞ്ഞതിന്റെ പേരിൽ ദൈവം എന്നെ ശിക്ഷിക്കും. പൊളി പറയും, സ്വാഭാവികമാ. പക്ഷെ പരിധിയുണ്ട്, പരിമിതിയുണ്ട്. പ്രൈസ് ദ ലോർഡ്. വാ തുറന്നാൽ നീ കള്ളമേ പറയത്തുള്ളെങ്കിൽ, അവൻ പുൾപ്പിച്ച് നിൽക്കുമ്പോൾ പോലും കള്ളമേ പറയത്തുള്ളെങ്കിൽ ഓർത്തുകൊള്ളണം. പ്രൈസ് ദ ലോർഡ്. ഇതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ആത്മശക്തിയുണ്ട്. അതിന്റെ പേരാണ് ഭോഷ്കിന്റെ ആത്മാവ്. ഈ നീതിസാരത്തിൽ ഇങ്ങനെ ഒരു സൂക്തമുണ്ട്, കളിയിൽ പ്രാണരക്ഷയ്ക്കും വേളിക്കും വൃത്തിരക്ഷയ്ക്കും ഗോബ്രാഹ്മണഹിതത്തിനും പൊളി നിന്ദിതമല്ല കേൾ. എന്താ പറഞ്ഞിരിക്കുന്നത്? കളിയായിട്ട് കള്ളം പറയാം, കുഴപ്പമില്ല. കളിയിൽ പ്രാണരക്ഷയ്ക്കും, പ്രാണരക്ഷയ്ക്കാണ് മെത്രാപ്പൊലീത്ത കള്ളം പറയുമല്ലോ. കളിയിൽ പ്രാണരക്ഷയ്ക്കും വേളിക്കും, ആ കല്യാണം കഴിക്കാൻ എത്ര കള്ളം പറയാം, കുഴപ്പമില്ല. അങ്ങനെ കള്ളം പറഞ്ഞല്ലേ പല കല്യാണവും നടന്നത്. വേളിക്കും വൃത്തിരക്ഷയ്ക്കും, എന്താ നിത്യവൃത്തി നഷ്ടമാകുന്ന കേസാണെങ്കിൽ ഒരു കള്ളം പറഞ്ഞോളാം. വേളിക്കും വൃത്തിരക്ഷയ്ക്കും ഗോബ്രാഹ്മണഹിതത്തിനും എന്ന് പറഞ്ഞാൽ എന്താ? ബ്രാഹ്മണര് പശുവിനെ ദാനം ചെയ്യാൻ വേണ്ടി പറയുന്ന ആ പോഷ്കൊന്നും ആ പൊളി നിന്ദിതമല്ല. അങ്ങനെ പൊളി പറഞ്ഞ ഒന്നും നിന്ദിതമല്ലെന്നാ അവരുടെ പുസ്തകം പറയുന്നത്. പക്ഷെ നിന്റെ കയ്യിരിക്കുന്ന പുസ്തകം പറയുന്നത് പൊളി പറയുന്ന ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്ന്. അതെന്താ തീപ്പൊയ്കയിൽ തള്ളിയിടുന്നത്? അവിടെ ചെന്ന് ഗ്ലോറി പറഞ്ഞുകൊണ്ട് നീ ചാടത്തില്ല. തീപ്പൊയ്കയുടെ വാതുക്കെ ചെന്ന് നിന്നിട്ട് ഗ്ലോറി പറയും, ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. തെള്ളിയിടാൻ ആമ്പിള്ളാരെ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്ത് ചെയ്യാതെ പൊളി പറഞ്ഞുകൊണ്ടേയിരിക്കുക. എന്റെ കുഞ്ഞെ, വാ തുറന്നാൽ പൊളിയെ പറയത്തുള്ളെങ്കിൽ, യാതൊരു കാര്യമില്ലാത്തേനും പൊളിയെ പറയത്തുള്ളെങ്കിൽ, പൊളിയാണ് നിന്റെ നാവിലൂടെ വരുന്നതെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, മനസ്സിലാക്കണം. ഇതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരാത്മശക്തിയുണ്ട്. അതിന്റെ പേരാണ് ഭോഷ്കിന്റെ ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ നമ്മള് മുമ്പേ വായിച്ചു തുടങ്ങിയ എഫേസ്യർ 2:2 അവിടെ ഒരു ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ എഫേസ്യർ 2:2 അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ്. ഞാൻ ഇതിനൊരു പേരിടുകയാണ്, അനുസരണക്കേടിന്റെ ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. പുള്ളി നല്ല പേരിൽ ചേരുന്ന പേരല്ലേ? അനുസരണക്കേട് മാത്രമേ ചെയ്യത്തുള്ളൂ, പിന്നെ വേറെന്താ പേര്? ഗ്ലീറ്റസ് എന്ന് പേരിടാൻ പറ്റുമോ? അനുസരണക്കേടിന്റെ ആത്മാവ് തന്നെ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ഈ സഞ്ചാര ശുശ്രൂഷകന്മാര് പലയിടങ്ങളിലും ഇങ്ങനെ ചെല്ലുമ്പോൾ സാധാരണ അമ്മമാര് മുന്നോട്ട് വന്നിട്ട് പാസേ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എന്താ വിഷയം? കുഞ്ഞിന് തീരെ ആരോഗ്യമില്ല. അപ്പൊ തന്നെ ഉണ്ട് 8 വയസ്സുള്ള കൊച്ചന് 80 കിലോ. പക്ഷെ ഈ അമ്മമാരുടെ കണ്ണിൽ എപ്പോഴും കുഞ്ഞുങ്ങൾ ബലഹീനരല്ലേ? പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ പ്രാർത്ഥനാ വിഷയമുണ്ട്, ഉദ്ദേശി ഒട്ടും അനുസരണയിൽ ഇവർ ഈ കുഞ്ഞുങ്ങളുടെ കുസൃതിയെ കുറിച്ചായി പറയുന്നത്. കുസൃതി വേണം, കുഞ്ഞുങ്ങൾക്ക് കുസൃതി ഒരു അലങ്കാരമല്ലേ. നമുക്ക് ദൈവം ഒരു കുഞ്ഞിനെ തന്നു, അതിന് കുസൃതിയൊക്കെ വേണ്ടേ? ഒരിടത്ത് കൊണ്ടുവച്ചാൽ അങ്ങനെ ഇരിക്കും, ഇങ്ങോട്ട് വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. തമ്പുരാനെ ഇത്രയും എന്തിനാ തന്നെന്ന് നമ്മൾ ചോദിക്കത്തില്ല. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് എന്ത് വേണം? കുസൃതി വേണം. കുസൃതി ഒരു അലങ്കാരമാണ്. പ്രൈസ് ദി ലോർഡ്. അതല്ല അനുസരണക്കേട്. അനുസരണക്കേടും സ്വാഭാവികമായിട്ട് വരും. പക്ഷെ പരിധിയുണ്ട്, പരിമിതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. പരിമിതിയില്ലാതെ നിന്റെ തലമുറ അനുസരണക്കേടേ ചെയ്യത്തുള്ളെങ്കിൽ അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതിന്റെ പേരാണ് അനുസരണക്കേടിന്റെ ആത്മാവ്. പൈതങ്ങളിലൊക്കെ ആണെങ്കിൽ അച്ഛാ ഉപദേശം പോലും വരണമെന്നില്ല. അഭിഷേകം പറ വെച്ച് നീ കൈവച്ചിട്ട് പ്രാർത്ഥിക്കുക. എന്നിട്ട് പറ അനുസരണക്കേടിന്റെ ആത്മാവെ എന്റെ കുഞ്ഞിന്റെ മേൽ നിനക്ക് സ്ഥാനമില്ലെന്ന് പറഞ്ഞ് അത് നിന്നെ വിട്ട് ഓടിപ്പോകും. പക്ഷേ ഒരു സംശയം, എല്ലാം തികഞ്ഞ നിന്റെ മേലാ വ്യാപരിക്കുന്നെങ്കിലോ? പ്രൈസ് ദി ലോർഡ്. അല്ലേ, ഞാനൊരിക്കൽ എരുമേലി കർത്താവിന്റെ പേരുള്ള ബന്ധത്തിൽ നിൽക്കുമ്പോൾ ഒരച്ചായനുണ്ടായിരുന്നു. അച്ചായൻ എന്ത് ചെയ്താലും ഉടുപ്പിന്റെ ബട്ടൺസ് ഇടത്തില്ല. ആരാധനയ്ക്ക് വന്നിരിക്കുമ്പം ഏറ്റവും അടിയിലത്തെ ബട്ടൺസ് മാത്രം ഇട്ട് ബാക്കിയെല്ലാം തുറന്നിട്ട് ബൃഹത്തായ കുടവേറിന്റെ ഉടമയാ ഇങ്ങനെ ഇരിക്കും. ഞാൻ പലവട്ടം പറഞ്ഞു നോക്കി അച്ഛാ ഈ ഉടുപ്പിന്റെ ബട്ടൺസ് ഇടുന്നു. പുള്ളി ചിരിക്കും. വചനം മൊത്തം തപ്പി നോക്കി എവിടെയെങ്കിലും ഒരു ബട്ടൺസ് ഉണ്ടോ എന്നറിയാം. അങ്ങനെയാണല്ലോ, വചനത്തിലൂടെ പറഞ്ഞാലേ ചില അംഗീകരിക്കത്തുള്ളൂ. ഞാൻ നോക്കിയിട്ട് എനിക്ക് അന്നൊരു ബട്ടൺസ് കിട്ടിയില്ല. ഇന്നാണ് ഞാൻ അഹരോന്റെ ബട്ടൺസ് എങ്കിലും എടുത്തുകൊണ്ട് വന്നേനെ. പ്രൈസ് ദി ലോർഡ്. ഒടുവിൽ ഞാൻ പറഞ്ഞു ബട്ടൺസ് പ്രസംഗിച്ചോടെന്ന് പറഞ്ഞു. ദൈവസന്നിധിയിൽ ബട്ടൺസ് ഇടായിരുന്ന ദൈവം നിന്നെ കീറും. പിന്നെ ബട്ടൺസ് ഇടാത്തവരെ കീറാൻ നടക്കുകയല്ല എന്റെ ദൈവം. അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാ. എന്നിട്ടും ഇല്ല, അത് ബട്ടൺസ് ഇട്ടില്ല. ഒടുവിൽ എനിക്ക് എന്നോട് തന്നെ അങ്ങ് വിഷമമായിട്ട് ഞാൻ ചോദിച്ചു, കർത്താവ്, ഒരുത്തനെ ബട്ടൺസ് ഇടിക്കാൻ പോലും കൊള്ളാത്ത എന്റെ പ്രസംഗമെങ്കിൽ ഞാൻ എന്തിനാ ഇങ്ങനെ പ്രസംഗിക്കുന്നത്? അന്ന് ദൈവം എന്നോട് പറഞ്ഞ, കുഞ്ഞെ, അവന്റെ പേരൊരു ആത്മാവ് വ്യാപരിക്കുന്നു. അതിന്റെ പേരാണ് ഭോഷ്കിന്റെ ആത്മാവ്. എന്താണ്? അനുസരണക്കേടിന്റെ ആത്മാവ്. ഞാൻ ചോദിച്ചു, കർത്താവ്, എന്തോ ചെയ്യണം? നീ ഒന്നും ചെയ്യണ്ട, അത് അവൻ അനുവദിച്ചിരിക്കുന്നതാണ്. ഈ അസ്ഥികൂടത്തിന്റെ ഉടമ ഞാനാണ്. അനുസരണക്കേടിന്റെ ആത്മാവെ, നിനക്ക് എന്റെ മേൽ സ്ഥാനമില്ലെന്ന് നീ പറഞ്ഞാൽ അതിന്റെ വിട്ട് ഓടിപ്പോകും. അങ്ങനെ പറയാത്ത കാലത്തോളം ഇത് വാഴുക തന്നെ ചെയ്യും. വാഴ്ചയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാനെന്ത് ചെയ്യണം? നീ ഒന്നും ചെയ്യണം, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. വർഷം ഒന്ന് കഴിഞ്ഞു. ഉള്ളിൽ അദ്ദേഹത്തിന്റെ കുഞ്ഞിന്റെ പിറന്നാളിന്റെ ദിവസം വീട്ടിൽ വെച്ച് നടത്തുക. എന്നോട് പറഞ്ഞൊരു സ്വോത്രപ്പാട് ആയിക്കോട്ടെ. അവിടെ ചെന്നപ്പോ TV ഇരിക്കുന്നതിന്റെ അടുത്ത് ഒരു കസേരയിട്ട് ഒടുവിലത്തെ ബട്ടൺസ് വരെ തുറന്നിട്ടുണ്ട്. അച്ഛൻ ഇങ്ങനെ ഇരിക്കുക, കേരള ശബ്ദം കൊണ്ട് വീശിക്കൊണ്ടിരിക്കുന്നത്. ചർച്ച വരും, ഒരിക്കലും വേദോത്സവം കൊണ്ടിരുത്തില്ല, കേരള ശബ്ദമാണ് കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. ഞാൻ പലവട്ടം പറഞ്ഞു, അച്ഛാ, കേരള ശബ്ദം നല്ലതായിരിക്കും, പക്ഷെ നീ കാകള ശബ്ദം കേൾക്കത്തില്ല. കാകള ശബ്ദം കേൾക്കണമെങ്കിൽ വേദോത്സവം കൊണ്ടുവരണം. പുള്ളി ആ ചിരിച്ചു തള്ളി. ഹല്ലേലൂയ. അപ്പോ ഫേബാമോളെന്ന് എഴുതിയ പൂക്കേക്കൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒടുവിൽ ക്ഷണിക്കപ്പെട്ട ദൈവദാസനോട് ഇരിക്കുമ്പോൾ ഈ പുള്ളി ഒരു ജൂലൈ മാസം കോരിച്ചൊരിയുന്ന മഴ, ഈ പുള്ളി ഇതുപോലെ ഉടുപ്പിന്റെ ബട്ടൺസ് എല്ലാം തുറന്നിട്ടിരുന്ന് കേരള ശബ്ദം കൊണ്ട് വീശിക്കൊണ്ടിരിക്കുക. അപ്പൊ ക്ഷണിച്ചു വരുത്തിയ ദൈവദാസനോട് ചോദിച്ചു, അയാളെന്നെ അങ്ങനെ? എനിക്ക് ആകപ്പാടെ അങ്ങ് വലിയ ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഈ പുള്ളിയോട് പറഞ്ഞു, അയക്ക് വാട്ടാന്ന് പറഞ്ഞു. നമ്മുടെ ആലയത്തിൽ ഒരു ക്ഷണിക്കപ്പെട്ട ഒരു ദേവദാസം വന്നിട്ട് നിങ്ങൾ കാണിക്കുന്ന ഗോഷ്ഠി കണ്ടിട്ട് ഇവരെന്താ ഇങ്ങനെന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്ന് പറയാം, നീ എന്നാടാ പോയി പഠിപ്പിച്ചു വെച്ചേക്കുന്നതാ. എന്നെ അത് വല്ലാതെ വേദന. ഞാൻ പറഞ്ഞു, അയക്ക് വട്ടാന്ന്. അയാൾ കേൾക്കാതെ പറഞ്ഞു. ഇത് ഞാനൊരു തീരുമാനമെടുത്ത് ഇയാളോട് രണ്ട് പറഞ്ഞിട്ടുള്ളൂ, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോകാന്ന് പറഞ്ഞു. അത് ഈ വികാരം നമ്മെ പിടിമുറുക്കുമ്പോൾ വിവേകമില്ലാതാവും. ക്രൈസ്തലോ, ഞാൻ തീരുമാനിച്ചു ചെന്ന് ഇയാളോട് രണ്ട് പറഞ്ഞിട്ടുള്ളൂ. ജനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാനതിനിടയിൽ കൂടെ ചെന്നിട്ട് ഈ പുള്ളിയുടെ തലയെ കൈവച്ചിട്ട് പറയാൻ പോവാ, മര്യാദയ്ക്ക് ഇരിക്കണം, അല്ലെങ്കിൽ ഇപ്പൊ എവിടെ പോകണം. ഇത് പറഞ്ഞാൽ അതോടുകൂടി അവിടുത്തെ കൂട്ടായ്മ തീരും. ഞാനങ്ങനെ ചെയ്യാൻ തുടങ്ങുന്നത് ദൈവത്തിനറിയാം. തമ്പുരാൻ എന്റെ കൈ പിടിച്ചയാളുടെ തലയെ വെച്ചു. ആ പൂക്കേക്കും തെള്ളി മറിച്ചിട്ട് TV മറിച്ചിട്ട് അച്ചാമസവരുടെ മണ്ടയ്ക്കോട്ട് ഈ പുള്ളി ഒരൊറ്റ വീഴ്ച. 1.5 മണിക്കൂർ അവിടെ കിടന്നുരുണ്ടു. ഇപ്പൊ ഇവിടുത്തെ ബട്ടൺസ് വരെ ഇട്ടുണ്ട്. അച്ഛൻ നടക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസന്. മനസ്സിലായോ? ഇതിന്റെ പേരാണ് അനുസരണക്കേടിന്റെ ആത്മാവ്. എന്റെ സഹോദരങ്ങളെ, നിങ്ങളിൽ ആർക്കെങ്കിലും ഇത് ഉണ്ടെങ്കിൽ ഇന്ന് പറയണം, അനുസരണക്കേടിന്റെ ആത്മാവേ, നിനക്കെന്റെ മേൽ സ്ഥാനമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി നമ്മുടെ ഈ പിള്ളേരൊക്കെ കച്ചിത്തുറു പോലെ മുടിയും വെച്ചോണ്ട് വരത്തില്ലേ? സക്കറിയ പ്രവാചകന്റെ പുസ്തകം എടുത്തേ, 13-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. ഞാൻ പെട്ടെന്ന് ഓടുക. അതുകൊണ്ടാണ് അവൻ വിശദീകരിക്കാൻ നിൽക്കാതെ പെട്ടെന്ന് ഓടിപ്പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 13-1-2. അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരൂശലേം നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ തുറന്നിരിക്കും. കുഞ്ഞുങ്ങളെ, പാപത്തിന്റെ പരിഹാരത്തിനായി തുറക്കപ്പെട്ട ഉറവ എന്റെ കർത്താവിന്റെ ഹൃദയത്തിലെ ഹല്ലേലൂയ വിലാപ്പുറത്തുനിന്നാ പുറപ്പെട്ടത്. എന്നിട്ട് പറയുകയാണ് 2-ാം വാക്യം, അന്നാളിൽ ഞാൻ ദേശത്തുനിന്ന് വിഗ്രഹങ്ങളുടെ പേരില്ലാതാക്കും.
ഇനി അവയെ ഓർക്കയില്ല. ഞാൻ പ്രവാചകന്മാരെയും മലിനാത്മാവിനെയും ദേശത്ത് നീക്കിക്കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അടുത്ത ഒരു പുള്ളി കയറി വരുന്നു, പേര് മലിനാത്മാവ്. പ്രൈസ് ദി ലോർഡ്. മലിനത സ്വാഭാവികമാണ്. ഒരുപക്ഷെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ പല്ല് തേക്കാതെ ഒരു ദോശ കഴിച്ചെന്നിരിക്കും. ദോശ കഴിച്ചിട്ടായിരിക്കും ഓർക്കുന്നത് പല്ല് തേച്ചില്ലല്ലോ. സ്വാഭാവികമാണ്. പക്ഷെ എന്നും ഇവൻ ദോശ കൊണ്ടാ പല്ല് തേക്കുന്നെങ്കിലോ? പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? ഒരു ദിവസം വെള്ളത്തിന്റെ അപര്യാപ്ത നിമിത്തം ഒരു മഗ് വെള്ളം കൊണ്ട് ദേഹം കഴുകിയിട്ട് ആലയത്തിൽ വന്നെന്നിരിക്കാം. സ്വാഭാവികമാണ്. പക്ഷെ തിരുവത്താഴം ഉള്ള ദിവസം പോലും വെള്ളം തൊടാതെ വന്നിരുന്നാലോ? അവനറിയുന്നില്ല. ഇവൻ പോലും അറിയാതെ ഇവരുടെ മേൽ ഒരു ആത്മശക്തി വ്യാപരിക്കുന്നു. അതിന്റെ പേരാണ് മലിനാത്മാവ്. കണ്ടിട്ടില്ലേ? കവലയ്ക്കൊടുക്കം നമ്മുടെ പിള്ളേരൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഈ സത്യസായി ബാബയെ പോലെ വലിയ കച്ചിത്തുറുള്ള മുടിയൊക്കെ വെച്ച് കെട്ടിക്കൊണ്ടു. അപ്പൊ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ട്, ദൈവമേ, ഇവൻ അറിയാതെ പോലും ആ കണ്ണാടിയുടെ മുമ്പിൽ ചെല്ലരുത്. ചെന്നാൽ ഇവൻ ഞെട്ടി പനി പിടിച്ചു പോകും. പക്ഷെ അങ്ങനെയാണോ? ഇവൻ ഈ കണ്ണാടിന്റെ മുമ്പിൽ നിന്നാണ് ഈ ഗോപുരം ഇങ്ങനെ ഒരുക്കുന്നത്. എന്താ കാര്യം? ഹീനമായതിൽ അവന് മാനം തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ കുഞ്ഞുങ്ങളെ വഴക്ക് പറഞ്ഞാലൊന്നും മുടിവെട്ടത്തില്ല. സ്തോത്രം. അവന്റെ മേൽ വ്യാപരിക്കുന്ന ഒരാത്മശക്തി കൊണ്ട്. അതിന്റെ പേരാണ് മലിനാത്മാവ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിഷ്ഠൂരന്റെ തന്ത്രങ്ങളെ സൂക്ഷിച്ചൊഴിയാൻ വേണ്ടിയാ ഈ ക്ലാസ്സിലൂടെ പരിശുദ്ധാത്മാവ് ഇവനെ കുറിച്ച് പറയുന്നത്. അല്ലാതെ പിശാചിനെ കുറിച്ച് പറയാനുള്ള സന്തോഷം കൊണ്ടല്ല. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം നോക്കൂ, 13-ാം അധ്യായം 11-ാം വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 13:11. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരാൻ കഴിയാതെ ഏറ്റവും കൂനിയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു. രോഗാണു ബാധിച്ചിട്ടെന്നല്ല പറഞ്ഞിരിക്കുന്നത്, രോഗാത്മാവ് ബാധിച്ചിട്ട്. പ്രിയപ്പെട്ടവരെ, രോഗം ആർക്കും വരാം. ക്രൈസ്തലോ. പക്ഷെ പരിമിതിയുണ്ട്. ചികിത്സയിലൂടെ രോഗാണു തന്ന രോഗം മാറും. ക്രൈസ്തലോ. പക്ഷേ ഇതിന്റെ പിന്നിൽ ഒരാത്മശക്തിയുടെ വ്യാപാരമുണ്ടെങ്കിൽ, രോഗാത്മശക്തിയുടെ വ്യാപാരമുണ്ടെങ്കിൽ മരുന്നേക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ചിലർ പറയും ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചാൽ പിന്നെ രോഗം വരത്തില്ല. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഇരട്ടി അഭിഷേകം പ്രാപിച്ചാൽ എലീശ എങ്ങനെയാ മരണകരമായ രോഗം ബാധിച്ചത്? 2 രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്ത് കാണാം 13:14. അവൻ എലീശ മരണകരമായ രോഗം ബാധിച്ചു മരിച്ചു. ഈശ്വരോ. അപ്പൊ പറയാം, അത് പഴയ നിയമത്തിലല്ലേ? എന്നാ പുതിയ നിയമത്തിലേക്ക് വാ. ഒരു കൃപാവരത്തിലും കുറവില്ലാത്ത 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ് പറയുന്നു, എന്റെ ശരീരത്തിലൊട്ടും സുഖമില്ല. പ്രൈസ് ദി ലോർഡ്. എന്തിനാ വട്ടം പറയുന്നത്? നമ്മുടെ യേശുവിനെ കുറിച്ച് പറയുന്നു, അവൻ രോഗം ശീലിച്ചവനായിരുന്നു. യെശയ്യാവ് 53:3. ഇതിന്റെ അർത്ഥം യേശു രോഗിയായിരുന്നല്ല. ഇന്നയോടെ ലോകത്തിലുണ്ടായിരുന്ന എല്ലാ രോഗങ്ങളുടെ വേദനയും ഇനി ഉണ്ടാകാനുള്ള രോഗങ്ങളുടെ വേദനയും ക്രൂശിൽ അനുഭവിച്ചവനാണ് യേശു ക്രിസ്തു. എന്താ കാരണം? നമുക്ക് ഈ രോഗമുണ്ടാകാൻ കാരണം, അഭിഷേകം പ്രാപിച്ചിട്ടും രോഗമുണ്ടാകാൻ കാരണം എന്താണ്? കുഞ്ഞെ, നിന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പേ നടന്നിട്ടുള്ളൂ. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇതുവരെ നടന്നിട്ടില്ല. സ്തോത്രം. ഇപ്പോഴും നാം പാപലോകത്തിലാണ്, പാപ സാഹചര്യത്തിലാണ്. പാപരക്തമാണ് നമ്മുടെ സിരകളിൽ ഒഴുകുന്നത്. അതുകൊണ്ട് ലോകത്ത് നമുക്ക് കഷ്ടമുണ്ട്. ഈ ദ്രവത്വമുള്ള ശരീരം അദ്രവത്വത്തെ പ്രാപിക്കുമ്പോൾ പിന്നെ രോഗമില്ല, കഷ്ടമില്ല, കണ്ണുനീരില്ല, സങ്കടമില്ല. അതുവരെ എന്തുണ്ട്? രോഗമുണ്ട്. പക്ഷെ പരിധിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഒരു രോഗാത്മാവാണ് അതിന്റെ പിന്നിലുള്ളതെങ്കിൽ ഒരൗഷധത്തിനും അതിനെ പരിഹരിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. ഈ വിഷയത്തിൽ ദൈവാത്മാവ് ഇടപെടണം. ദൈവത്തിന് സ്തോത്രം. അവിടെ നോക്കൂ, നാം വായിച്ചത് എന്താണ്? ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് എന്നാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര കൊല്ലമായി അമ്മാമ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങുന്നു? എത്രയായി? 18 കൊല്ലം അല്ലേ? 18 കൊല്ലം. നോക്കൂ, ജന്മനാ കുരുടൻ, പുറവയിലെ മുടന്തൻ. 18 വർഷം ഈ സഹോദരി കൂലി നീക്കുകയാണ്. 38 വർഷം പക്ഷവാത രോഗിയായി കിടന്നയാൾ. 12 വർഷം രക്തസ്രവത്താൽ ഭാരപ്പെട്ട സഹോദരി. ഇന്നത്തെ വൈദ്യശാസ്ത്രമാണ് എന്ത് പറയും? ചില നേരത്തെ ആരതെ നോക്കായിരുന്നു, പഴകിപ്പോയല്ലോ. പക്ഷെ എന്റെ കർത്താവ് ആരോടും പറഞ്ഞില്ല, എല്ലാ രോഗത്തിനും അവൻ നല്ല വൈദ്യനാ. അതേ പ്രിയപ്പെട്ടവരെ, സ്തോത്രം. പരിമിതിയില്ലാതെ രോഗം നമ്മെ അലട്ടുന്നെങ്കിൽ അതിന്റെ പിന്നിൽ ഒരാത്മശക്തിയുടെ
പൈശാചിക ചതുരംഗപ്പടയുടെ പ്രവർത്തനങ്ങളാണ്. അതിൽ നിന്നൊക്കെ സൂക്ഷിച്ചൊഴിയുവാൻ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. 143 സങ്കീർത്തനം 10 വാക്യം. നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠമായി ശുശ്രൂഷ ചെയ്യുന്നുണ്ടായിരിക്കാം, ഏറ്റവും നല്ല വിശുദ്ധ ജീവിതം നയിക്കുന്നുണ്ടായിരിക്കാം, കർത്താവിന് വേണ്ടി കൂടുതൽ കൊടുക്കുന്നുണ്ടായിരിക്കാം, ഒത്തിരി സഹിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ഓരോ നിമിഷവും പ്രാർത്ഥിക്കണം, കർത്താവേ നിന്റെ നല്ല ആത്മാവ് എന്നെ നേർനിലത്തിൽ നടത്തുമാറാകട്ടെ. പ്രിയരെ, ഈ വിഷയം സംസാരിച്ചപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും മനസ്സിനെന്തെങ്കിലും ഭാരമുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ ഇന്ന് വൈകുന്നേരം തൃപ്പൂണിത്തുറ ഞാൻ തിരുവനന്തപുരത്ത് വന്നേ. അപ്പൊ അത് ക്ലാസ് ജോയിൻ ചെയ്യാൻ ലേറ്റായത്. ഞാനിപ്പോ 32 വർഷമായിട്ട് ഞങ്ങളിവിടെ വീട് വെച്ച് താമസിക്കുക. ഇപ്പൊ ഒരുപാട് കടകൾ വന്നു. ഇപ്പൊ എനിക്കെതിരെ ഞാൻ നോക്കുന്നത്, എനിക്കെതിരെ ഗോസിപ്പുകൾ ഇവിടെ കടകളിൽ കൂടെ ഒക്കെ പറയുന്നുണ്ട്. എനിക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഭയങ്കര പോരാണ് എനിക്ക് ഈ ദേശത്ത്. ശരി മോനെ, പ്രാർത്ഥിക്കാം കുഞ്ഞെ, വ്യക്തിപരമായി പ്രാർത്ഥിക്കാം മോനെ, പിന്നീട് വിളിച്ചാട്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഇത് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കും. കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതെ, ആമേൻ. നമുക്ക് വ്യക്തിപരമായി പ്രാർത്ഥിക്കാം. എല്ലാ പ്രശ്നത്തിനും പരിഹാരകനാണ് നമ്മുടെ കർത്താവ്. ഇനി എത്ര ദിവസം, എത്ര നാൾ, എത്ര വർഷം നമ്മൾ ഈ ഭൂമിയിൽ ശേഷിക്കും നമുക്കറിയത്തില്ല. ആത്മാവിനെ നഷ്ടമാക്കരുത്. ഒരു പ്രസംഗം ഇങ്ങനെ പറയാനിടയായി തീർന്നു, നിത്യതയുടെ പടിവാതിലിൽ എത്തുവോളം നരകത്തിലേക്ക് നിന്നെ വലിച്ചു കൊണ്ടുപോകാനുള്ള വഴിയുണ്ട്. നമുക്ക് പറയാം, നിന്റെ നല്ല ആത്മാവ് എന്റെ നേർനിലത്തിൽ നടത്തട്ടെ. പ്രിയരെ, എന്റെ വാക്കുകൾ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചെങ്കിൽ ഞാൻ ദൈവനാമത്തിൽ ക്ഷമ ചോദിക്കുന്നു. മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ വേദനിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് തിരുത്തപ്പെടാനുള്ള മേഖലകളിൽ തിരുത്തപ്പെടാം. എഫെസ്യ ലേഖനത്തിന്റെ തുടർന്നുള്ള പഠനം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആകാമെന്ന് ആഗ്രഹിക്കുന്നു. സമയം കടന്നുപോയല്ലോ. ഞാൻ വേഗത്തിൽ പറഞ്ഞതുകൊണ്ട് ഒത്തിരി വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. 6 അധ്യായങ്ങൾ 6 ക്ലാസ്സിലെങ്കിലും പഠിപ്പിച്ച് തീർക്കാമെന്നാണ് ആഗ്രഹിച്ചത്. അങ്ങനെ അവൻ അടുത്ത ക്ലാസ് നമുക്ക് ബുധനാഴ്ച, നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ ബുധനാഴ്ച നമുക്ക് ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നു. എഫെസ്യ ലേഖനത്തിലെ മർമ്മങ്ങൾ, സ്തോത്രം, എഫെസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന 7 മർമ്മങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ നമുക്ക് പഠിക്കാൻ കർത്താവ് കൃപ തരട്ടെ. ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ ആശീർവാദം പറയുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ എഫെസ്യ ലേഖനത്തിലൂടെ വീണ്ടും സഞ്ചരിക്കുവാൻ ഇന്ന് കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. അങ്ങയുടെ നല്ല ആത്മാവ് ഞങ്ങളെ നേർനിലത്തിൽ നയിക്കുന്നവർ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ പിശാചിന്റെ തന്ത്രങ്ങളെ ഞങ്ങൾ അറിയാത്തവരാകരുത്. ദൈവത്തിന്റെ വചനം ഞങ്ങളെ ഓർപ്പിക്കുക. കർത്താവെ, ആ പിശാചിന്റെ തന്ത്രങ്ങളെ അറിഞ്ഞ് അവനോട് എതിർത്ത് നിന്ന് അവനെ തോൽപ്പിച്ച് ജയകരമായിട്ടുള്ളൊരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം